हरि ओम हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्म प्रोज्जित कैदवोत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात् निगमकल्पतरोर्गलितं बलं सुगमुगादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽपि नेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्द्रं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायसेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे।
സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. തൃതീയ സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. നമുക്ക് തൃതീയ സ്കന്ധം 4-ാം അധ്യായം കുറച്ച് വായിക്കാം. 36 ശ്ലോകങ്ങളാണ്. അതിൽ നമുക്ക് കുറച്ച് വായിക്കാം. 22 വരെ, 24 വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ ചതുർത്ഥോऽധ്യായഃ. ഉദ്ധവ ഉവാച. അദതേ തദനുജ്ഞാതാ ഭുക്ത്വാ പീത്വാ ച വാരുണീം തയാ വിഭ്രംസിതജ്ഞാനാഃ ദുരുക്തൈർമർമ്മപസ്പൃശുഃ. തേഷാം മൈരേയദോഷേണ വിഷമീകൃതചേതസാം നിമ്ലോചതിരവൗ ആസീത് വേണൂനാം ഇവ മർദ്ദനം. ഭഗവാൻ സ്വാത്മമായായാ ഗതിം താം അവലോക്യ സഹ സരസ്വതീമുപസ്പൃശ്യ വൃക്ഷമൂലമുപാവിശത്. അഹം ചോക്തോ ഭഗവതാ പ്രപന്നാർത്തിഹരേണഃ ബദരിം ത്വം പ്രയാഹീതി സ്വകുലം സഞ്ജിഹീർഷുണാ. അദാപി തദഭിപ്രേതം ജാനന്നഹമരിന്ദമ പൃഷ്ഠതോന്വഗമം ഭർത്തുഃ പാദവിശ്ലേഷണക്ഷമഃ. അദ്രാക്ഷമേകമാസീനം വിചിന്വന്തയിദം പതിം ശ്രീനികേതം സരസ്വത്യാം കൃതകേതം അകേതനം. ശ്യാമാവതാതം വിരജം പ്രശാന്താരുണലോചനം ദോർഭിശ്ചതുർഭിർവിദിതം പീതകൗശാംബരേണ ച. വാമ ഊരൗ അതിസൃത്യ ദക്ഷിണാംഗ്രിസരോരുഹം അപാശ്രിതാർഭകാശ്വത്ഥം ആകൃശം ത്യക്തപിപ്പലം. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃത്സഖാ ലോകാൻ അനുചരൻ സിദ്ധഃ ആസസാദയദൃച്ഛയാ. തസ്യാനുരക്തസ്യ മുനേർമുകുന്ദഃ പ്രമോദഭാവാനതകന്ദരസ്യ ആശൃണ്വതോ മാം അനുരാഗഹാസസമീക്ഷയാ വിശ്രമയന്നുവാച. ശ്രീ ഭഗവാനുവാച. വേദാഹമന്തർമനസീപ്സിതം തേ
ദദാമി യത്തദ്ദുരവാപമന്യൈഃ സത്രേ പുരാ വിശ്വസൃജാം വസൂനാം മത്സിദ്ധികാമേന വസോ ത്വയേഷ്ടഃ സയേഷ സാധോ ചരമോ ഭവാനാം ആസാദിതസ്തേ മദനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം ദിഷ്ട്യാ ദദൃശ്വാൻ വിശദാനുവൃത്യ പുരാ മയാ പ്രോക്തമജായനാഭ്യേ പദ്മേ നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽ സൂരയോ ഭാഗവതം വദന്തി ഇത്യാദൃതോക്തഃ പരമസ്യ പുംസഃ പ്രതീക്ഷണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോ മാസ്ഖലിതാക്ഷരസ്തം മുഞ്ചൻ ശുചഃ പ്രാഞ്ജലിരാബഭാഷേ കോന്മീശത്തെ പാദസരോജഭാജാം സുദുർലഭോർത്തേഷു ചതുർഷ്വഭിഃ തദാഭിനാഹം പ്രവൃണോമി ഭൂമൻ ഭവൽപദാംബോജനിഷേവണോത്സുകഃ കർമാണ്യനീഹസ്യ ഭവോ ഭവസ്യത്തെ ദുർഗാശ്രയോദാരിഭയാത് പലായനം കാലാത്മനോ യൽ പ്രമദായുധാശ്രയഃ സ്വാത്മൻരതേഃ ഖിദ്യതി ധീർവിദാമിഹ മന്ത്രേഷു മാം വാ ഉപഹൂയ യത്വം അകുണ്ഠിതാഖണ്ഡ സദാത്മബോധഃ പൃച്ഛേഃ പ്രഭോ മുഗ്ധൈവാ പ്രമത്തഃ തന്നോ മനോ മോഹയതീവ ദേവ ജ്ഞാനം പരം സ്വാത്മരഃ പ്രകാശം പ്രോവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തർ വദാഞ്ജസാ യത് വൃജിനം തരേമ ഇത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പരഃ ആദിദേശാരവിന്ദാക്ഷഃ ആത്മനഃ പരമാം സ്ഥിതിം സ ഏവമാരാധിതപാദതീർത്ഥാത് അഭീതതത്വാത്മവിബോധമാർഗഃ പ്രണമ്യ പാദൗ പരിവൃത്യ ദേവം ഇഹാഗതോഹം വിരഹാതുരാത്മാ സോഹം തദ്ദർശനാഹ്ലാദവിയോഗാർത്തിയുതഃ പ്രഭോ ഗമിഷ്യേദയിദം തസ്യ ബദര്യാശ്രമമണ്ഡലം യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷിഃ മൃദു തീവ്രം തപോ ദീർഘം തേ പാതേ ലോകഭാവനൗ. ശ്രീശുക ഉവാച ഇത്യുദ്ധവാദുപാകർണ്യ സുഹൃദാം ദുസ്സഹം വദം ജ്ഞാനേനാശമയക്ഷത്ത ശോകമുൽപ്പതിതം ബുധഃ സതം മഹാഭാഗവതം വ്രജന്തം കൗരവർഷഭഃ വിശ്രംഭാദഭ്യദത്തേദം മുഖ്യം കൃഷ്ണപരിഗ്രഹേ. മുഴുവൻ വായിക്കാം. വിതുര ഉവാച ജ്ഞാനം പരം സ്വാത്മരഃ പ്രകാശം യദാഹ യോഗേശ്വര ഈശ്വരസ്തേ വക്തും ഭവാൻ നോർഹതി യദ്ഹി വിഷ്ണോഃ ഭൃത്യാ സ്വഭൃത്യാർത്ഥകൃതശ്ചരന്തി. ഉദ്ധവ ഉവാച നനു തേ തത്വസംരാധ്യ ഋഷിക്കൗശാരവോന്തി മേ സാക്ഷാത് ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഹാസത. ശ്രീശുക ഉവാച ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേഃ ഗുണകഥയാ സുതയാ പ്ലാവിതോരുതാപഃ ക്ഷണമിവ പുളിനേ യമസ്വസുസ്താം സമുഷിത ഔപഗവിർനിശം തതോഗാത്. രാജോവാച നിധനമുപഗതേഷു വൃഷ്ണിഭോജേഷു അതിരഥയൂതപയൂതപേഷു മുഖ്യഃ സതു കഥമവശിഷ്ട ഉദ്ധവോ യത് ഹരിരപി തത്യജ ആകൃതിം ത്രദീശഃ. ശ്രീശുക ഉവാച ബ്രഹ്മശാപാപദേശേന കാലേനാമോഘവാഞ്ചിതഃ സംഹൃത്യ സ്വകുലം നൂനം ത്യക്ഷ്യൻ ദേഹമചിന്തയത് അസ്മാത് ലോകാതുപരതേ മയി ജ്ഞാനം മദാശ്രയം അർഹത്യുദ്ധവ ഏവാദ്ധ സംപ്രത്യാത്മവതംബരഃ നോദ്ധവോ അണ്വഭിമന്യൂനോ യദ്ഗുണൈർനാർദിതഃ പ്രഭുഃ അതോ മദ്വയുനം ലോകം ഗ്രാഹയന്നിഹ തിഷ്ഠതു. ഏവം ത്രിലോകഗുരുണാ സന്ദിഷ്ടഃ ശബ്ദയോനിനാ ബദര്യാശ്രമമാസാദ്യ ഹരിമീചേ സമാധിനാ. വിദുരോപ്യുദ്ധവാത് ശ്രുത്വാ കൃഷ്ണസ്യ പരമാത്മനഃ ക്രീഡയോ വാപ്തദേഹസ്യ കർമാണി ശ്ലാഘിതാനി ച
ദേഹന്യാസം ച തസ്യൈവം ധീരാണാം ധൈര്യവർദ്ധനം അന്യേഷാം ദുഷ്കരതരം പശൂനാം വിക്ലവാത്മനാം ആത്മാനം ച കുരു ശ്രേഷ്ഠ കൃഷ്ണേന മനസേക്ഷിതം ധ്യായൻ ഗതേ ഭാഗവതേരുരോധ പ്രേമ വിഹ്വലഃ കാളിന്ദ്യാ കതിഭിസിദ്ധ അഹോഭിർഭരദർശഭഃ പ്രാപദ്യത സ്വസരിതം യത്ര മിത്രാസുതോ മുനിഃ. ഹരി ഓമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിദുരോദ്ധവ സംവാദേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോൾ ഇന്നലെ തൃതീയ അധ്യായം മുഴുവനായിട്ട് കണ്ടു. ഭഗവാന്റെ മധുര ലീലകളും പിന്നീട് ദ്വാരകാ ലീലകളും, ഭഗവാന്റെ വിവാഹങ്ങൾ, ഭഗവാന് പുത്രന്മാർ 10 ഓരോ ഭാര്യമാരിലുണ്ടായത് എല്ലാം വർണ്ണിച്ചു. പിന്നീട് ഭഗവാൻ ഭൂമിയുടെ ഭാരം തീർത്തത് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ തന്നെ സ്വയം കുറേ ആളുകളെ നിഗ്രഹിച്ചു, അസുരന്മാരെയൊക്കെ ഒടുക്കി. ജരാസന്ധൻ്റെ നിമിത്തമായിട്ട് കുറേ പേരെ കൊന്നൊടുക്കി. അതുപോലെ ശിശുപാലൻ, ദന്തഭക്തൻ, സാൽവൻ മുതലായവരെ ഭഗവാൻ നേരിട്ട് തന്നെ കൊന്നു. വേറെ പലരെയും ഭഗവാൻ തൻ്റെ തന്നെ വിഭൂതികളായ ബലരാമസ്വാമിയെ കൊണ്ടോ പ്രദ്യുമ്നനെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ഒക്കെ കൊല്ലിച്ചു അല്ലേ. ശമ്പരൻ, ദ്വിവിധൻ, ബാണൻ, മുരൻ, ബൽവലൻ, ദന്തഭക്തൻ മുതലായവരെയൊക്കെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഹേ വിതുര, അങ്ങയുടെ തന്നെ സഹോദരന്മാരുടെ പുത്രന്മാർ തമ്മിൽ അടുപ്പിച്ച് കൗരവ പാണ്ഡവന്മാർ തമ്മിൽ വലിയ യുദ്ധമുണ്ടാക്കി. അതിൽ അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളെ ഭഗവാൻ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. അങ്ങനെ ഭൂമിയുടെ ഭാരം ഒരുപാട് ഒടുക്കി. എങ്കിലും ഭഗവാൻ തൃപ്തനായില്ല. എന്തുകൊണ്ട്? തൻ്റെ വംശം വർദ്ധിച്ചു വന്നിരിക്കുന്നു. സത്വഗുണപ്രധാനികളാണ് ഇപ്പോഴെങ്കിലും. താൻ ഇവിടുന്ന് പോയാൽ ഇവർ രജോ ഗുണം തമോ ഗുണം വർദ്ധിക്കുന്നവരായി മാറി ഇവർ തന്നെ ഭൂമിക്ക് ഭാരമായി തീരും എന്ന് ഭഗവാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇവരുടെ നാശത്തെ ആഗ്രഹിച്ചു. സ്വന്തം വംശത്തിൻ്റെ നാശത്തെ ഭഗവാൻ സങ്കല്പിച്ചു. അങ്ങനെയാണ് ബ്രാഹ്മണ ശാപം ഉണ്ടായത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ വന്നതായിട്ടുള്ള സപ്തർഷികൾ യാദവ വംശം നശിക്കുന്നതിനെക്കുറിച്ച് ശപിച്ചു. സാമ്പൻ എന്ന ഭഗവാന്റെ പുത്രൻ, ജാമ്പവതി പുത്രനെ സ്ത്രീവേഷം കെട്ടിച്ച് ഗർഭിണിയെപ്പോലെ അഭിനയിപ്പിച്ച് ആ സപ്തർഷികളോട് ചോദിച്ചു, ഇവൾ എന്ത് പ്രസവിക്കും എന്ന് ചോദിക്കുന്നു, അറിയാൻ ആഗ്രഹമുണ്ട്, ത്രികാലജ്ഞാനികളായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ആ സപ്തർഷികൾക്ക് അപ്പം വായിൽ വന്നത് ഇവൾ പ്രസവിക്കും ഒലയ്ക്ക എന്നാ പറഞ്ഞത്. ആ ഒലയ്ക്ക എന്ന് വെറുതെ പറഞ്ഞില്ല, അത് കുലനാശനം എന്നും പറഞ്ഞു. മുസലം കുലനാശനം. ഈ കുലത്തിനെ നശിപ്പിക്കുവാനുള്ള ഒലയ്ക്കയാണ് ഇവൾ പ്രസവിക്കാൻ പോകുന്നത് എന്നാണ് ആ മഹാത്മാക്കളുടെ വായിൽ നിന്ന് വന്നത്. ഭഗവാന്റെ ഇംഗിതം അറിയാവുന്ന അവർ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് ആശ്വസിച്ചു. അല്ലെങ്കിൽ ഭഗവാന്റെ മക്കളെ ഇങ്ങനെ ശപിക്കാൻ തോന്നണോ? അതോ ഭഗവാന്റെ ഇച്ഛയാണെന്ന് അവർ അറിഞ്ഞ് ആശ്വസിച്ചു സ്വയം. അപ്പോൾ ഇത് കേട്ടിട്ട് യാദവന്മാരൊക്കെ ഭയപ്പെട്ടുവെങ്കിലും ഭഗവാന് ഇതൊരു കൂസലുണ്ടായില്ല.
ഭഗവാൻ അവരോടൊക്കെ പറഞ്ഞു, ഈ ദ്വാരക വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്, പ്രളയത്തിൽ മുങ്ങാൻ പോവുകയാണ്, എല്ലാവരും തീർത്ഥങ്ങളെ സേവിച്ചോളൂ എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഇവരെല്ലാവരും കൂടി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി എന്നും അവിടെ ചെന്ന് സ്നാനാദികൾ കഴിച്ച് പിതൃക്കൾക്കും ദേവന്മാർക്കും ഋഷിമാർക്കും വേണ്ടതായിട്ടുള്ള തർപ്പണമെല്ലാം ചെയ്തു. ബ്രാഹ്മണർക്ക് ധാരാളം പശുക്കളെ ദാനം ചെയ്തു, നല്ല പശുക്കളെ ദാനം ചെയ്തു. സ്വർണം, വെള്ളി, ശയ്യ, വസ്ത്രങ്ങൾ, മാൻതോലുകൾ, കമ്പളങ്ങൾ, വാഹനങ്ങൾ, രഥങ്ങൾ, ആനകൾ, കന്യകമാർ, ഭൂമി എല്ലാം കൊടുത്തവരെ. അതുപോലെ ഒരു രസം അന്നം, നല്ല രസമുള്ള സുഖമുള്ള സ്വാദുള്ളതായിട്ടുള്ള ഭക്ഷണമെല്ലാം കൊടുത്തു. എല്ലാം ഭഗവതർപ്പണമായി ചെയ്തു. അങ്ങനെ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടി സ്വന്തം പ്രാണനെ ധരിക്കുന്നവരായിരുന്നു ആ യാദവന്മാർ. അവരെല്ലാം ബ്രാഹ്മണരെ ഭുവി മൂർദ്ധഭിഹി പ്രണേമുഹു, ഭൂമിയിൽ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്. അതുവരേക്കും നല്ലത്. ആ നല്ല കാര്യങ്ങളെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പിന്നീട് 4-ാം അധ്യായത്തിൽ ഈ യദുകുല നാശത്തെ പറയുന്നു. അതിപ്പോൾ നല്ലതല്ല എന്നിപ്പോൾ എങ്ങനെയാ പറയുക അല്ലേ? ഭഗവാന്റെ ഇച്ഛയായതുകൊണ്ട് അതും നല്ല തന്നെ. എല്ലാം നല്ലതിന് ഭഗവാന്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ആ യാദവന്മാരുടെ ഉള്ളിൽ കലഹം ഉണ്ടാവുന്നതിനെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർത്ഥോധ്യായഃ. ഉദ്ധവ ഉവാച അതതേ തദനുജ്ഞാതാഃ ഭുക്ത്വാ പീത്വാ ച വാരുണീം തയാ വിഭ്രംസിതജ്ഞാനാഃ ദുരുക്തൈർമർമ്മപസ്പൃശുഃ തേഷാം മൈരേയദോഷേണ വിഷമീകൃതചേതസാം നിമ്ലോചതിരവൗ ആസീത വേണൂനാമിവ മർദ്ദനം. പ്രഭാസ തീർത്ഥത്തിൽ പോയി തർപ്പണാദികൾ കഴിഞ്ഞ് ദാനധർമാദികൾ ചെയ്തതായിട്ടുള്ള യാദവന്മാർ പിന്നീട് എന്ത് ചെയ്തു എന്ന് പറയണം ഇവിടെ. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം എന്നർത്ഥം. ഉദ്ധവൻ വിതുരനോട് പറയണം, ഉദ്ധവ ഉവാച. അത് തേ എന്ന് പറഞ്ഞാൽ ആ യാദവന്മാർ തദനുജ്ഞാതാഹ എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണരാൽ അനുജ്ഞ ലഭിക്കപ്പെട്ടവരായിട്ട്, എന്നുവെച്ചാൽ ബ്രാഹ്മണരുടെ അനുഗ്രഹമെല്ലാം സ്വീകരിച്ചിട്ട് അവരെല്ലാം സൽക്കരിച്ചപ്പോൾ അവർ എല്ലാ അനുവാദവും എല്ലാ അനുഗ്രഹവും കൊടുത്തു. അങ്ങനെ അനുജ്ഞ നൽകപ്പെട്ടതായിട്ടുള്ള അവര് ഭുക്ത്വാ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചു. തീർത്ഥാടനം പോയ പ്രവാസത്തിൽ വെച്ച് അവരുടെ ഭക്ഷണാദികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടോ വാരുണീം പീത്വാ, പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യം കൂടി ചെയ്തു. അത് ചെയ്യാൻ തോന്നിച്ചത് ഭഗവാൻ തന്നെ. വാരുണി എന്ന് പറഞ്ഞാൽ മദ്യം. ആ മദ്യം പാനം ചെയ്തിട്ട് തയാ വിഭ്രംസിതജ്ഞാനാഹ, അതിനാൽ തയാ എന്ന് പറഞ്ഞാൽ ആ മദ്യത്താൽ വിഭ്രംസിതജ്ഞാനാഹ, അവരുടെ ജ്ഞാനത്തിന് വിഭ്രംശം ഉണ്ടായി, ബുദ്ധിഭ്രമം ഉണ്ടായി എന്നർത്ഥം. അവർക്ക് ചിത്തഭ്രമം ഉണ്ടായി, അവർക്ക് സ്മൃതിദോഷം ഉണ്ടായി. തങ്ങളുടെ മുമ്പിലുള്ളത് ആരാണ്? അച്ഛനാണോ, മകനാണോ, സഹോദരനാണോ, അമ്മാവനാണോ, മുത്തശ്ശനാണോ, ഗുരുവാണോ, വല്യച്ഛനാണോ, ഒന്നും തിരിച്ചറിയാത്ത രീതിയിലുള്ള ബുദ്ധിഭ്രമം ഉണ്ടാവുകയാണ് മധുരപാനം ചെയ്താൽ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ടല്ലോ അതിൻ്റെ ദോഷങ്ങൾ. പ്രത്യേകിച്ച് കേരളം മദ്യപാനികളുടെ ക്യാപിറ്റലാണ് അല്ലേ? മദ്യപാനികളുടെ സ്വർഗമാണ്. കേരളമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മദ്യപാനികളുടെ സ്വർഗം. ഇഷ്ടം പോലെയാണ് അല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ വാരുണിയും പീത്വാ തയാ വിഭ്രംസിതജ്ഞാനാഹ, അതുകൊണ്ട് അവരുടെ ജ്ഞാനം വിഭ്രംശമുണ്ടായി. നല്ല മിടുക്കന്മാരായിരുന്നു എല്ലാവരും. ഭഗവാന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഭഗവാന്റെ ശിക്ഷണം, നല്ല ശിക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ മദ്യപാനം ചെയ്തതോടുകൂടി പിന്നെ എന്ത് ഭഗവാൻ, എന്ത് ജ്ഞാനം, എല്ലാം മറന്നു. വിഭ്രംസിത ജ്ഞാനാഹ ദുരുക്തൈഹി മർമ്മപസ്പൃശുഹു,
ദുരുക്തികളെ കൊണ്ട് പരസ്പരം മർമ്മത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ദുരുക്തികൾ പറയാൻ തുടങ്ങി, വായിൽ വേണ്ടാത്തൊക്കെ വരാൻ തുടങ്ങി. അച്ഛനെ മകനും മകനെ അച്ഛനും സഹോദരന്മാർ തമ്മിലും അമ്മാവനും മരുമകനും തമ്മിലും മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിയൊക്കെ വിളിക്കാൻ തുടങ്ങി എന്നർത്ഥം. ചീത്ത വിളി തുടങ്ങി. അതാണ് ദുരുക്തൈഹി മർമ്മ പസ്പൃശു, പരസ്പരം മർമ്മത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ചു, മനോവേദനയുണ്ടാക്കി എന്നർത്ഥം. അങ്ങനെ പരസ്പരം വേദനിപ്പിച്ചിട്ട് തേഷാം മൈരേയ ദോഷേണ വിഷമീകൃത ചേതസാം നിമ്ലോചതി രവൗ ആസീത് വേണൂനാം ഇവ മർദ്ദനം. തേഷാം അവർ തമ്മിൽ, ആ യാദവന്മാർ തമ്മിൽ മൈരേയ ദോഷേണ, മൈരേയം എന്നുള്ളത് മദ്യത്തിൻ്റെ പര്യായമാണ്, അതിൻ്റെ ദോഷം കൊണ്ട്, മദ്യം കഴിച്ചതിൻ്റെ ദോഷം കൊണ്ട് വിഷമീകൃത ചേതസാം, അവരുടെ ചേതസ്സൊക്കെ വിഷമമായി, ആ സമാവസ്ഥ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ബാലൻസ് പോയി, മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടവരായിട്ട്, ബുദ്ധിഭ്രമം സംഭവിച്ചവരായിട്ട്, വിഷമീകൃത ചേതസ്സുകളായിട്ടുള്ള അവർക്ക് രവൗ നിമ്ലോചതി, രവി സൂര്യൻ നിമ്ലോചതി സതി, നിമ്ലോചതി എന്ന് പറഞ്ഞാൽ അസ്തമിച്ചപ്പോൾ എന്നർത്ഥം. സൂര്യൻ അസ്തമിച്ചതായിട്ടുള്ള സമയത്ത് സന്ധ്യയായതോടു കൂടിയിട്ട് വേണൂനാം ഇവ മർദ്ദനം ആസീത്, കാറ്റത്ത് മുളക്കൂട്ടങ്ങൾ തമ്മിൽ കൂട്ടി ഉരസും. അതാണ് വേണൂനാം മർദ്ദനം എന്ന് പറയുന്നത്. നല്ല കൊടുങ്കാറ്റൊക്കെ ഉണ്ടെങ്കിൽ, ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായാൽ മുളങ്കൂട്ടത്തിലെ മുളകൾ തമ്മിൽ കൂട്ടി ഉരസി അവസാനം എന്തുണ്ടാവും? കാട്ടുതീ ഉണ്ടാവും. ആ മുളകൾ തമ്മിലുള്ള ഘർഷണം കൊണ്ട് നല്ല ചൂടാവുമ്പോൾ അതിൽ നിന്ന് തീ പൊങ്ങും. അങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാവുക. മുളകൾ തമ്മിലാണ് കൂട്ടിമുട്ടിയിട്ട് തീ ഉണ്ടാവാൻ എളുപ്പം. കാരണം അവയ്ക്ക് ഇളകാൻ ഈസിയാണ്, തമ്മിൽ ചേർന്നുമാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല കാറ്റടിക്കുമ്പോൾ അവർ തമ്മിൽ കൂട്ടി ഉരസി അതിൽ നിന്ന് തീയുണ്ടാവും. അങ്ങനെ തീ പിടിച്ചു കഴിഞ്ഞാലോ ആദ്യം മുളക്കൂട്ടവും നശിക്കും, കാടിനെയും നശിപ്പിക്കും. ഇതുപോലെ വേണൂനാം ഇവ മർദ്ദനം, വേണുകൾ തമ്മിൽ, മുളകൾ തമ്മിൽ കൂട്ടി ഉരസി മർദ്ദിക്കുന്നത് പോലെ സംഘർഷമുണ്ടായി. ആസീത്, അവർ തമ്മിൽ സംഘർഷം ഉണ്ടായി, ഉന്തും തള്ളുമായി, പിന്നെ അത് തല്ലും അടിയുമായി. ആദ്യം ആയുധങ്ങളെ പ്രഹരിച്ചു, ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കൈകൊണ്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അതിന് പോരാന്ന് അവിടെ ആ പ്രഭാസ തീരത്ത് കരയ്ക്ക് മുളച്ചു വന്നിരുന്ന ഏരക പുല്ലുകൾ എന്ന് പറയുന്ന പുല്ലുകൾ പറിച്ചുകൊണ്ട്, അത് ഒലയ്ക്ക പോലെ ഉണ്ട് ഓരോന്നും, ആ പുല്ലുകളെ കൊണ്ട് പരസ്പരം തല്ലി എല്ലാവരും തമ്മിൽ തല്ലി മരിച്ചു എന്നർത്ഥം. ഇവിടെ വേണൂനാമിവ മർദ്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ ചുരുക്കി പറയുകയാണ് ചെയ്ത്. വിസ്തരിച്ച് കാണണമെങ്കിൽ ഏകാദശ സ്കന്ധത്തിലേക്ക് പോകണം, 30-ാം അധ്യായത്തിലേക്കും 31-ാം അധ്യായത്തിലേക്കൊക്കെ പോകണം ഏകാദശത്തിൽ. അപ്പോൾ ഇവർ തമ്മിൽ ആ കലഹമുണ്ടായി, മത്സരമുണ്ടായി. വേണൂനാമിവ മർദ്ദനം എന്ന് പറയണം. തേഷാം മൈരേയദോഷേണ വിഷമീകൃത ചേതസാം നിമ്ലോചതിരവൗ ആസീത് വേണൂനാം ഇവ മർദ്ദനം. ഭഗവാൻ സ്വാത്മമായാഗതിം താമവലോക്യ സഹ സരസ്വതീം ഉപസ്പൃശ്യ വൃക്ഷമൂലം ഉപാവിശത്. ഭഗവാൻ ഇതൊക്കെ അറിയുന്നുണ്ട്. ഭഗവാൻ അവിടെ നേരിട്ട് സ്ഥലത്തില്ലെങ്കിലും ഭഗവാൻ സരസ്വതീ നദിയുടെ തീരത്താണ് തൻ്റെ അന്ത്യ നിമിഷങ്ങൾക്കായിട്ട് ചെലവഴിച്ചത്. അതാണ് അവിടെ ഭഗവാൻ സ്വ ആത്മമായായാഹ ഗതിം താം അവലോക്യ, തൻ്റെ തന്നെ മായയുടെ ഗതിയെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ തന്നെ ഇച്ഛയ്ക്കനുസരിച്ച് ഇതാ അവിടെ തൻ്റെ വംശത്തിലുള്ള ആളുകൾ തമ്മിൽ മദ്യം കഴിച്ച് പരസ്പരം സംഘർഷം മൂക്കുന്നു, അവർ തമ്മിൽ അടിക്കുന്നു, അവർ തമ്മിൽ കൊല്ലുന്നു, നശിക്കുന്നു. ഇത് എന്താണ്? ഇത് തൻ്റെ നാടകത്തിലെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് അറിയുന്ന ഡയറക്ടർക്ക് വല്ല പേടിയുണ്ടോ? വല്ല കുലുക്കുണ്ടോ? അല്ലേ? നമ്മൾ സിനിമ കാണാനിരിക്കുന്നവർക്കാണ് അവസാനത്തെ ഒടുക്കത്തെ തല്ലും അടിയും ക്ലൈമാക്സും ഒക്കെ ടെൻഷൻ അടിക്കുക. നമ്മൾ എന്താവോ, ആര് ജയിക്കുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഹീറോ തന്നെ ജയിക്കണം, വില്ലനെ കൊല്ലണം, എന്നിട്ട് ഹീറോ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കണം.
നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക കാശും കൊടുത്തിട്ട് സിനിമാ തിയേറ്ററിൽ പോയിരുന്നിട്ട്, അല്ലേ? AC ആണെങ്കിലും വേർത്തോണ്ട്. എന്നാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് വല്ല കൂസലുണ്ടാവുമോ? അദ്ദേഹം നോക്കി ചിരിക്കുണ്ടാവും. ആരെ? ഈ ടെൻഷൻ അടിക്കുന്ന ബാൽക്കണിയിലിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട്. കൊള്ളാം കൊള്ളാം, എൻ്റെ ഐഡിയ ഫലിച്ചു, എൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുണ്ട്, എല്ലാവരെയും മയക്കാൻ പറ്റിയതാണ്, എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ അത് ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇഴുകി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ നല്ല സന്തോഷമാവും. അവരിതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് അവർക്ക് കുലുക്കൂല്ല. ആര് തല്ലിയാലെന്താ, ആര് ഇതായാലെന്താ, അല്ലേ? അവർക്ക് കാശ് വീഴണം പോക്കറ്റിൽ. അവർക്കറിയാം ആരാണ് ജയിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അറിയുന്നവരാണ്. അതുപോലെയാണ് ഭഗവാൻ തൻ്റെ മായയെ നോക്കി കണ്ടത്, തൻ്റെ ഇച്ഛയെ ഭഗവാൻ കാണുന്നത്. അതുകൊണ്ട് ഭഗവാന് പരിഭ്രമമില്ല. യാദവന്മാർ തമ്മിൽ തല്ലുന്നതിന് പിരിച്ചുവിടാനൊന്നും ഭഗവാൻ പോയില്ല. ഒരാൾ പോയിട്ടോ, ബലരാമസ്വാമി പോയി. കാരണം ഭഗവാനല്ല, ഭഗവാന്റെ ആ സർവജ്ഞത പരിപൂർണമായിട്ടുള്ള ആളല്ല ബലരാമസ്വാമി. അംശം മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് ഈ യാദവന്മാർ തമ്മിൽ തല്ലുകൂടുമ്പോൾ ബലരാമസ്വാമി ഇടയിൽ റഫറി ആവാൻ പോയി, മധ്യസ്ഥനാവാൻ പോയി. ഇവരെ പിരിച്ചുവിടാനൊക്കെ പോയിട്ട് നല്ലോണം കിട്ടി. അവര് ബലരാമസ്വാമിക്കും കൊടുത്തു കുറെ. അങ്ങനെ ബലരാമസ്വാമിക്കും തല്ലുകൊണ്ടു, സ്വന്തക്കാരുടെയും തന്നെ, തൻ്റെ മക്കളോ പേരക്കുട്ടികളോ പോലെയുള്ള ആളുകളുടെയും നിന്നൊക്കെ തല്ലുകൊണ്ടു. അതിന് കാരണം എന്താ? സ്ക്രിപ്റ്റ് അറിയായിക. സ്ക്രിപ്റ്റ് അറിഞ്ഞാലോ സുഖമായിട്ടിരിക്കാം. അപ്പം നമുക്കും എന്താ പറയുക, ഭഗവാന്റെ മായയാകുന്ന സ്ക്രിപ്റ്റ് ഒന്നറിയാൻ കഴിഞ്ഞാൽ നമുക്കും സ്വസ്ഥരായിരിക്കാമായിരുന്നു, അല്ലേ? എന്ത് വേണമെങ്കിൽ നടക്കട്ടെ, ഒക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛയെ നടക്കുള്ളൂ. ഭഗവാന്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് നമുക്ക് കളിക്കാം. നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാൻ എന്താണോ നമ്മളോട് ഇപ്പം ആടാൻ പറയുന്നത് അത് ആടിക്കൊണ്ടിരിക്കാം എന്ന് നമുക്കും ഈ ഒരു തത്വം പിടികിട്ടിയാൽ ഭഗവാന്റെ ഒപ്പം ചേർന്ന് ആസ്വദിക്കാൻ പറ്റും. അതുമായിട്ട് ഇഴുകിച്ചേരാതെ മാറിയിരുന്ന് കരക്കിരുന്ന് കളി കാണാൻ പറ്റും. ആ കരക്കിരുന്ന് കളി കാണാൻ പറ്റണം. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ജീവൻ മുക്തരായി, നമ്മൾ ജ്ഞാനികളായി. ഇത് നമ്മൾ കരക്കിരിക്കുകയല്ല, നമ്മൾ അറിയാതെ ഇറങ്ങി ചെല്ലും, കളിയിൽ ഭാഗമായി മാറും, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ പല ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഒക്കെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ കാണികൾ തമ്മിൽ കയ്യാങ്കളി നടക്കും. കാരണം അവർ താഴെയുള്ള കളിക്കാരുമായിട്ട് തന്മയീഭാവം പ്രാപിച്ചിട്ട് ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറൊരു കൂട്ടർ അതിനെ എതിർത്ത് മറ്റേ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറും അടിയും തല്ലും ബഹളവും ഒക്കെ ആവും. അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും പിന്നെ അടിയായിട്ട്. കളി കാണാൻ പോയത് മറന്നു അവർ. നമ്മൾ വെറും കാഴ്ചക്കാരാണെന്ന് മറന്നിട്ട് അവർ കളിക്കാരായിട്ട് മാറും. അതുപോലെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് കാഴ്ചക്കാരാവാൻ പറ്റിയാൽ എത്ര നന്നായിരുന്നു. ഭഗവാന്റെ സ്ക്രിപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ എത്ര നന്നായിരുന്നു. ഭഗവാനെ, അങ്ങയുടെ സ്ക്രിപ്റ്റ് ഒന്ന് നേരത്തെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് വായിക്കാൻ തരുമോ, അല്ലേ? ഭഗവാന്റെ സ്ക്രിപ്റ്റ് വായിക്കുക എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രങ്ങൾ, വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക എന്ന് തന്നെയാണ്. വേദാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഭഗവാന്റെ സ്ക്രിപ്റ്റ് വായിച്ചതിന് തുല്യമായി. വെറുതെ വായിച്ചാൽ പോരാ, ഗുരുക്കന്മാരിൽ നിന്ന് അറിയേണ്ട രീതിയിൽ അതിനെ ശ്രവണ മനന നിധിധ്യാസനം ചെയ്യുക. അപ്പോൾ ആ സ്ക്രിപ്റ്റ് പിടികിട്ടും നമുക്ക്. അപ്പം നമുക്കും ഭഗവാനെ പോലെ കുലുങ്ങാതിരിക്കാം. അതാണ് ഉടവൻ ഭഗവാൻ സ്വാത്മമായായാഹ ഗതിം താം അവലോക്യ സഹ സരസ്വതീം ഉപസ്പൃശ്യ വൃക്ഷമൂലം ഉപാവിശത്. ആ ജ്ഞാനപൂർണനായ ഐശ്വര്യപൂർണനായ ഭഗവാൻ സ്വാത്മമായായാഹ ഗതിം അവലോക്യ, തൻ്റെ മായയുടെ പ്രവൃത്തിയെ കണ്ടിട്ട്, തൻ്റെ മായ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട്, സരസ്വതീം ഉപസ്പൃശ്യ, സരസ്വതീ നദിയെ ചെന്ന് അതിൽ
ജലം തൊട്ടിട്ട്, ഉപസ്പൃശ്യ വെള്ളം തൊട്ടിട്ട് എന്ന് വെച്ചാലോ ആചമനാദികളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ സ്നാനം കഴിച്ച് കൈയും കാലും മുഖമൊക്കെ കഴുകി എന്നൊക്കെ അർത്ഥമാണ് ഉപസ്പൃശ്യ, വെള്ളം തൊട്ടിട്ട്. വൃക്ഷമൂലം ഉപാവിശത്, അവിടെ തന്നെയുള്ള ഒരു ചെറിയ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരുന്നു. വൃക്ഷമൂലം ഉപാവിശത്, മരച്ചുവട്ടിൽ ഇരുന്നു. ഭഗവാൻ തൻ്റെ ദേഹം ത്യജിക്കാനുള്ള സമയം നോക്കിക്കൊണ്ട് ഇരുന്നു. ആ സമയത്ത് ഉദ്ധവൻ പറയണം, ഞാൻ അവിടെ ഓടിയെത്തി. അഹം ചോക്തോ ഭഗവതാ പ്രപന്നാർത്തിഹരേണ ഹി ബദരീം ത്വം പ്രയാഹീതി സ്വകുലം സഞ്ജിഹീർഷുണ അദാപി തദഭിപ്രേതം ജാനൻ അഹമരിന്ദമ പൃഷ്ഠതോ അന്വഗമം ഭർത്തുഃ പാദവിശ്ലേഷണ അക്ഷമഃ അദ്രാക്ഷം ഏകമാസീനം വിചിന്വൻ ദയിതം പതിം ശ്രീനികേതം സരസ്വത്യാം കൃതകേതം അകേതനം ശ്യാമാവദാതം വിരജം പ്രശാന്താരുണലോചനം ദോർഭിർചതുർഭിർവിദിതം പീതകൗശാംബരേണ ച വാമ ഊരൗ അധിസൃത്യ ദക്ഷിണാംഗ്രിസരോരുഹം അപാശ്രിതാർഭകാശ്വത്തം അകൃശം തെക്തപിപ്പലം തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃത്സഖാ ലോകാനനുചരൻ സിദ്ധഃ ആസസാദ യദൃച്ഛയാ. അപ്പോ അഹം ച ഉക്തോ ഭഗവതാ പ്രപന്നാർത്തിഹരേണ ഹി ബദരീം ത്വം പ്രയാഹി ഇതി സ്വകുലം സഞ്ജിഹീർഷുണ. സ്വകുലം സഞ്ജിഹീർഷുണ, ഭഗവാൻ സ്വകുലത്തെ സഞ്ജിഹീർഷു. സഞ്ജിഹീർഷു എന്ന് പറഞ്ഞാൽ സംഹർത്തും ഇച്ചു, സംഹരിക്കുവാൻ ഇച്ഛിക്കുന്നവൻ. അപ്പൊ തന്റെ വംശത്തെ സംഹരിക്കുവാൻ ഇച്ഛിക്കുന്നവനായ ഭഗവാനാൽ സ്വകുലം സഞ്ജിഹീർഷുണ പ്രപന്നാർത്തിഹരേണ ഭഗവത, പ്രപന്നന്മാരുടെ തന്നെ വന്ന് ശരണം പ്രാപിച്ചവരുടെ ആർത്തിയെ നശിപ്പിക്കുന്ന, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനായ ഭഗവാനാൽ ഭഗവത ഞാൻ എന്ത് പറയപ്പെട്ടു? എന്നോട് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു, ത്വം ബദരീം പ്രയാഹീതി. ദ്വാരകയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു, ത്വം ബദരീം പ്രയാഹി, നീ ബദരീനാഥത്തിലേക്ക് പൊക്കോ ഉദ്ധവ എന്ന് എന്നോട് ആജ്ഞാപിച്ചു. ഇതി അഹം ഉക്തഹാച്ച, ഞാൻ മുമ്പേ തന്നെ പറയപ്പെട്ടിരുന്നു. അപ്പൊ എന്നോട് ബദരിക്ക് പോകാൻ പറഞ്ഞിട്ട് ഭഗവാൻ നേരെ വിട്ടത് സരസ്വതി നദീ തീരത്തേക്ക്. എന്നിട്ടോ അദാപി തദഭിപ്രേതം ജാനൻ അഹം അരിന്ദമ പൃഷ്ഠതോ അന്വഗമം ഭർത്തുഃ പാദവിശ്ലേഷണ അക്ഷമഃ. ഹേ അരിന്ദമ, വിതുരനെ വിളിക്കുകയാണ് നമ്മുടെ ഉദ്ധവൻ. അരികളെ ദമിക്കുന്നവനെ, ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, ശത്രുക്കളെ അടക്കുന്നവനെ. വിതുരൻ പുറത്തുള്ള ശത്രുക്കളെ അടക്കാൻ ശക്തിയുള്ള ക്ഷത്രിയ വീരൻ തന്നെയാണ്. അകത്തുള്ള ശത്രുക്കളെയൊക്കെ നല്ലോണം അടക്കിയ ആള് തന്നെയാണ്. കാമക്രോധ ലോപമോഹ മതമാത്സര്യാദി ശത്രുക്കളെയൊക്കെ നല്ലോണം ദമിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് അരിന്ദമൻ എന്ന് വിതുരനെ സംബോധന ചെയ്തോടെ. അരിന്ദമ തദഭിപ്രേതം ജാനൻ, ഭഗവാന്റെ അഭിപ്രായം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ജാനൻ, ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. എന്നോട് ബദരീനാഥത്തിലേക്ക് പോകാൻ പറഞ്ഞതും മറ്റുള്ളവരോടൊക്കെ തീർത്ഥം സേവിക്കാൻ പറഞ്ഞത്, എല്ലാവരും പ്രഭാസത്തിലേക്ക് പറഞ്ഞു വിട്ടതും ഒക്കെ ഭഗവാൻ ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒറ്റയ്ക്ക് പോയിട്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കാര്യം? തൻ്റെ ദേഹത്യാഗം. ഭഗവാൻ തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി തൻ്റെ ശരീരം ഉപേക്ഷിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് എന്നെയും ബദരീനാഥത്തിലേക്ക് പോകാൻ പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. അതാണ് ജാനൻ. ജാനൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവനായിട്ടുള്ള അഹം, ഞാൻ. ഭർത്തുഃ പാദവിശ്ലേഷണ അക്ഷമഃ, എൻ്റെ ഭർത്താവായ ഭഗവാന്റെ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വാമി, എൻ്റെ യജമാനനായ എൻ്റെ സ്വാമിയായ ഭഗവാന്റെ പാദവിശ്ലേഷണ അക്ഷമഃ, പാദവുമായിട്ട് വിശ്ലേഷണം. വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ വിഭജനം, വേർതിരിവ്, വിരഹം. അപ്പൊ ഭഗവാന്റെ പാദത്തെ വേർപിരിയാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല, ശക്തി ഉണ്ടായിരുന്നില്ല. അക്ഷമഃ,
അക്ഷമനായ ഞാൻ, എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല ഭഗവാനെ പിരിയുക എന്നുള്ളത്. അങ്ങനെ ഭഗവാന്റെ പാദത്തെ പിരിയുന്നത് സഹിക്കാൻ പറ്റാത്തവനായിട്ടുള്ള ഞാൻ പൃഷ്ഠതഃ അന്വഗമം, ഭഗവാനെ വിടാതെ പിന്തുടർന്നു. പൃഷ്ഠതഃ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ എന്ത് ചെയ്തു? അന്വഗമം, അഹം അന്വഗമം, ഞാൻ അനുഗമിച്ചു. ഭഗവാൻ എവിടേക്കാ പോണ വെച്ചാൽ അവിടേക്ക് ഞാനും ഉണ്ട്, അങ്ങ് എവിടേക്കാ പോണ വെച്ചാൽ അവിടേക്ക് എന്നെയും കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട്. സ്വദാമ നയമാമപി, ഭഗവാൻ തന്റെ ദേഹം ത്യജിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉദ്ധവൻ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്, അങ്ങ് സ്വധാമത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് മാമപി, എന്നെയും സ്വധാമ നയ, അങ്ങയുടെ ധാമത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഭഗവാന്റെ അഭിപ്രായം മനസ്സിലാക്കിയ, ഇംഗിതം മനസ്സിലാക്കിയ ഞാൻ, അദ്ദേഹത്തെ പിരിയാൻ എനിക്ക് ഒട്ടും ശക്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ വെച്ച് പിടിച്ചു ഞാനും. പൃഷ്ഠതഃ അന്വഗമം, അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ അനുഗമിച്ചു. അങ്ങനെ പോയപ്പോഴോ അദ്രാക്ഷം ഏകമാസീനം വിചിന്വന്തയിദം പതിം ശ്രീനികേതം സരസ്വത്യാം കൃതകേതനം അകേതനം. ഇവിടെ പൃഷ്ഠത എന്ന് പറഞ്ഞാല് കുറച്ച് ദൂരെയായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഭഗവാനെ ഞാൻ ഫോളോ ചെയ്തു, ഭഗവാൻ എവിടേക്കാ പോണം, എന്താ ചെയ്യണമെന്ന് ഞാൻ ഒളിഞ്ഞൊളിഞ്ഞ് പിന്നാലെ പോയപ്പോണ്ട് ഒരു കാഴ്ച കണ്ടു ഞാൻ. അദ്രാക്ഷം, അദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അഹം അദ്രാക്ഷം, ഞാൻ ദർശിച്ചു, ഞാൻ കണ്ടു. എന്ത്? ആ ദൈതം പതിം ശ്രീനികേതം, എൻ്റെ ദൈതനാണ്, പ്രിയതമനാണ്, എൻ്റെ പതിയാണ്, എൻ്റെ നായകനാണ്, ശ്രീനിവാസനാണ് ഭഗവാൻ, ലക്ഷ്മി നിവാസനാണ്, ലക്ഷ്മിക്ക് ഇരിപ്പിടമാണ്. അങ്ങനെയുള്ള ഭഗവാനെ സരസ്വത്യാം കൃതകേതം, സരസ്വതീ തീരത്ത് വാസം ഉറപ്പിച്ചിരിക്കുന്നു. കേതനം, കേതം എന്നൊക്കെ പറഞ്ഞാൽ വീട്, വാസസ്ഥാനം എന്നൊക്കെ അർത്ഥം. അപ്പൊ സരസ്വതീ തീരത്ത് വസിക്കുന്നവനായിട്ട് അകേതനം, വാസ്തവത്തിൽ ഭഗവാന് ഒരു വാസസ്ഥാനവും ഇല്ല, അകേതനാണ് ഭഗവാൻ. എല്ലായിടത്തും വസിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ഒരു പ്രത്യേക വാസസ്ഥാനം, പ്രത്യേക അഡ്രസ്സ് ഇല്ല, എല്ലാം ഭഗവാന്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പൊ അകേതനായ ആ ഭഗവാനെ ഏകം ആസീനം, ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് വിചിന്വൻ അഹം അദ്രാക്ഷം, തെരയുന്നവനായ ഞാൻ കണ്ടു. വിചിന്വൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചയനം ചെയ്യുന്നവൻ, ചയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെരയുക എന്നാണ്. അപ്പോൾ അതിൻ്റെ രൂപാന്തരമാണ് വിചിന്വൻ. വിശേഷേണ ചയനം ചെയ്യുന്ന, ഭഗവാനെ തെരഞ്ഞു നടക്കുന്നവനായിട്ടുള്ള ഞാൻ കണ്ടു അദ്രാക്ഷം. ഇങ്ങനെ ഒറ്റയ്ക്ക് സരസ്വതീ തീരത്ത് പോയിട്ട് ഏകാന്തത്തിൽ ധ്യാനനിരതനായിരിക്കാൻ പോകുന്നതായിട്ടുള്ള ഭഗവാനെ ഞാൻ കണ്ടുപിടിച്ചു, തെരഞ്ഞു കണ്ടുപിടിച്ചു. അദ്രാക്ഷം ഏകമാസീനം വിചിന്വന്തയിദം പതിം ശ്രീനികേതം സരസ്വത്യാം കൃതകേതം അകേതനം ശ്യാമാവതാദം വിരജം പ്രശാന്താരുണലോചനം ദോർഭിർചതുർഭിർവിദിതം പീതകൗശാംബരേണ ച. എങ്ങനെയുള്ള കാഴ്ചയാണ് കണ്ടത് എന്ന് പറയുകയാണ്. ശ്യാമാവതാദം, നല്ല ശ്യാമള വർണ്ണത്തോടു കൂടിയവനായിട്ട്, നല്ല കറുത്ത കാർമേക വർണ്ണത്തോടു കൂടിയവനായിട്ട്, വിരജം, വിരജം എന്ന് പറഞ്ഞാൽ രജസ്സൊട്ടുമില്ലാത്തവനായിട്ട്, രജോ ഗുണമെല്ലാം പോയവൻ. വാസ്തവത്തിൽ ഭഗവാൻ അല്പം പോലും രജോ ഗുണം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ശുദ്ധ സത്വമൂർത്തിയാണ് ഭഗവാൻ. അപ്പൊ ശാന്ത സ്വരൂപനായിട്ട്, രജസിന്റെ പ്രകടനമാണ് അശാന്തി. നമ്മുടെ ഉള്ളിൽ രജസ്സുള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഭഗവാനെ സംബന്ധിച്ച് രജസിന്റെ പൊടി പോലുമില്ല, രജസ് തന്നെ പൊടിയാണ്, ആ പൊടിയുടെ പൊടി പോലുമില്ല. ശുദ്ധ സത്വാത്മാവാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ പരമശാന്തനായിട്ട് വിരജം, പ്രശാന്ത അരുണലോചനം. ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന, ആ ധ്യാനത്തിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ല പ്രശാന്തമായ ചുവന്ന കണ്ണ്, ചന്താമര കണ്ണനാണ് ഭഗവാൻ. എപ്പോഴും ചുവന്നതാണ് ഭഗവാന്റെ കണ്ണുകൾ. ആ ചുവന്ന കണ്ണ് പ്രശാന്തം, വളരെ ശാന്തം, ഒരു തരത്തിലുള്ള പെടപ്പുമില്ല, മാനിന്റെ കണ്ണുപോലെ കിടന്ന് പിടയ്ക്കുന്നില്ല, പരമശാന്തമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ചതുർഭിഹി ദോർഭിഹി, ദോർഭിഹി എന്ന് പറഞ്ഞാൽ കൈകളാൽ, എത്ര ചതുർഭിഹി
4 കൈകളോടുകൂടിയവനായിട്ട് പീത കൗശാംബരേണ ച വിദിതം. പീതം മഞ്ഞ, കൗശാംബരം പട്ടുവസ്ത്രം, കോശത്താൽ നിർമ്മിച്ചത് കൗശാംബരം. അപ്പോ പീത കൗശാംബരേണ മഞ്ഞപ്പട്ടിനാലും വിദിതം കാണപ്പെട്ടവനായി. അപ്പൊ ഞാൻ ആ ഭഗവാനെ കണ്ടു. നല്ല ശ്യാമളവർണ്ണനായി, നല്ല നിർമ്മലനായിട്ട്, വിരചനായിട്ട്, ശുദ്ധനായിട്ട്, അചഞ്ചലമായ കണ്ണുകളോട്, ചുവന്ന കണ്ണുകളോട് കൂടിയവനായിട്ട്, 4 കൈകളോടുകൂടി മഞ്ഞപ്പട്ടും ധരിച്ചിരിക്കുന്നവനായിട്ട് ഞാൻ ഭഗവാനെ സരസ്വതീ തീരത്തിൽ കണ്ടു. എങ്ങനെയാണ് ഭഗവാൻ ഇരുന്നിരുന്നത്? വാമ ഊരൗ അതിസൃത്യ ദക്ഷിണാംഗ്രി സരോരുഹം അപാശ്രിത അർഭകാശ്വത്വം അകൃശം തെക്തപിപ്പലം. ഭഗവാൻ ഇരിക്കുന്നത് ദക്ഷിണാംഗ്രി സരോരുഹം വാമേ ഊരൗ ആശ്രിത്യ അതിസൃത്യ. ദക്ഷിണാംഗ്രി സരോരുഹം, വലത്തെ പാദകമലം. ആ വലത്തെ പാദകമലത്തെ എടുത്തിട്ട് വാമേ ഊരവ്, വാമേ ഊരവ് എന്ന് പറഞ്ഞാൽ ഇടത്തെ തുടയുടെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിസൃത്യ. അപ്പോൾ ഒരു വീരാസനം ആയിരിക്കണം. ഒരു ഉയരമുള്ള എന്തോ ഒരു എന്താ പറയുക, മരത്തിൻ്റെ ആൽത്തറയോ അങ്ങനെ എന്തോ ഒരു തറയിലിരിക്കുകയാണ്. വലത് കാലെടുത്തിട്ട് ഇടത്തെ തുടയുടെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റേ കാല് താഴത്തേക്ക് താഴ്ത്തി വീരാസനത്തിലിരിക്കുന്നതായിട്ട്. അതാണ് വാമ ഊരവ് അതിസൃത്യ ദക്ഷിണാംഗ്രി സരോരുഹം. നമ്മുടെ ദക്ഷിണാമൂർത്തി ഇരിക്കും പോലെ കണ്ടു. അകൃശം ഒരു തരത്തിലുള്ള കൃശതയും അദ്ദേഹത്തിന് വന്നിട്ടില്ല. നല്ല ആരോഗ്യവാനായിട്ട്, ഒരു കുറവുമില്ലാത്തവനായിട്ട്. അകൃശം തെക്തപിപ്പലം. ഇവിടെ തെക്തപിപ്പലം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മ വാസനകളെയും വെടിഞ്ഞവനായിട്ട്, ഒരു കർമ്മവും ഇല്ലാത്തവനായിട്ട്. അപാശ്രിത അർഭക അശ്വത്ഥം. അർഭക അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അശ്വത്ഥം അരയാലാണ്. അതിന്റെ അർഭക ഭാവം എന്ന് പറഞ്ഞാൽ ഒരു അധികം മൂപ്പില്ലാത്തതായിട്ടുള്ള ഒരു വൃക്ഷം. കൊച്ച് അശ്വത്ഥ വൃക്ഷം, ചെറിയ അരയാല്, വലിയ വടവൃക്ഷമല്ല, ഒരു ചെറിയ അരയാല്, അർഭക അശ്വത്ഥം. അതിന്റെ അപാശ്രിതം, അപാശ്രിതം എന്ന് പറഞ്ഞാൽ അത് പുറകിലുണ്ട്, അതിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപാശ്രിത അശ്വത്ഥം അകൃശം തെക്തപിപ്പലം. അങ്ങനെ അശ്വത്ഥ വൃക്ഷത്തിന്റെ ചുവട്ടില് ഇരിക്കുന്നു. യാതൊരു ബാധയുമില്ലാതെ പ്ലസന്റ് ആയിരിക്കുന്നതാണ് അകൃശം. കർമ്മങ്ങളൊന്നുമില്ലാതെ ശാന്ത ഗംഭീരനായിട്ട് ഭഗവാൻ തൻ്റെ ദേഹം ത്യജിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റൊരാളും കൂടി അവിടെ വന്നു ചേർന്നു. അതാണ് ഇവിടെ പറയുന്നത്. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃൽ സഖാ ലോകാൻ അനുചരൻ സിദ്ധഃ ആസസാദ യദൃച്ഛയാ. തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, ആ സ്ഥലത്ത് എന്നൊക്കെ അർത്ഥം. അവിടെ, അപ്പോൾ. തസ്മിൻ മുഹൂർത്തെ തസ്മിൻ ദേശേ, ആ ദേശത്തും ആ സമയത്തും. ഇൻ ദ മീൻ വൈൽ ഒരാൾ വന്നു ചേർന്നു. ആരാണ്? മഹാഭാഗവത, മഹാഭാഗവതനായിട്ടുള്ള ദ്വൈപായന സുഹൃത്ത് സഖ. ദ്വൈപായനന്റെ സുഹൃത്തും സഖാവുമായിട്ടുള്ള ആള് ആരാണ്? ദ്വൈപായനൻ വ്യാസൻ. വ്യാസന്റെ സുഹൃത്തും സഖാവുമായിട്ടുള്ള ആൾ ആരാണ്? മൈത്രേയൻ. വ്യാസനും മൈത്രേയനും പരാശര മഹർഷിയുടെ ശിഷ്യന്മാരായി ഗുരുകുലത്തിൽ കഴിഞ്ഞവരാണ് ഒന്നിച്ച്. പരാശരന്റെ പുത്രൻ തന്നെയാണ് വ്യാസൻ. പുത്രസ്ഥാനമാണ് മൈത്രേയർക്കുള്ളത് ശിഷ്യനായതുകൊണ്ട്. അപ്പോൾ പരാശര മഹർഷിയുടെ ഒരാള് പുത്രൻ, ഒരാള് ശിഷ്യൻ. അതാണ് ദ്വൈപായന സുഹൃൽ സഖാ. ദ്വൈപായനന്റെ സുഹൃത്തും സഖാവുമായിട്ടുള്ള മൈത്രേയ മഹർഷി, അദ്ദേഹം ലോകാൻ അനുചരൻ, ലോകങ്ങളെ ക്രമത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട്, ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നവനായിട്ടുള്ള ആ മൈത്രേയ മഹർഷി എന്ത് ചെയ്തു? ആ മഹാഭാഗവതനായിട്ടുള്ള അദ്ദേഹം സിദ്ധനാണ്, അദ്ദേഹം ജ്ഞാനിയാണ്. അങ്ങനെയുള്ള അദ്ദേഹം യദൃച്ഛയാ ആസസാദ, യാദൃച്ഛികമായിട്ട് അവിടെ സമീപിച്ചു, വന്നു ചേർന്നു, പ്രാപിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പൊ യാദൃച്ഛികമൊന്നുമല്ല, എല്ലാം ഈശ്വരേച്ഛ തന്നെയാണ്. എങ്കിലും എതിർച്ചയ എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛയാന്ന് അർത്ഥമെടുക്കണം നമ്മൾ.
ഭഗവാന്റെ നിശ്ചയപ്രകാരം മൈത്രേയ മഹർഷിയും അവിടെ ഭഗവാന്റെ എന്താ പറയുക സ്വധാമപ്രവേശത്തിന് തൊട്ടു മുമ്പ് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാനായിക്കൊണ്ട് ഭഗവാനെ കാണാനായിക്കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃൽ സഖാ ലോകാൻ അനുചരൻ സിദ്ധഃ ആസസാദ യദൃച്ഛയാ. തസ്യാനുരക്തസ്യ മുനീർ മുകുന്ദഃ പ്രമോദഭാരാനദകന്ദരസ്യ ആശൃണ്വതോ മാം അനുരാഗഃ സസമീക്ഷയാ വിശ്രമയന്നുവാച. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാന്റെ ആ രൂപം വർണ്ണിച്ചപ്പോൾ ചതുർബാഹുവായിട്ടാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്. ഭഗവാൻ ചതുർബാഹുവായിട്ടാണ് ഭാഗവത സിദ്ധാന്ത പ്രകാരം അതുപോലെ തന്നെ മറ്റ് പുരാണങ്ങൾ പ്രകാരവും മധുരാപുരി വിട്ട ശേഷം ദ്വാരകാപുരിയിൽ പ്രവേശിച്ച ശേഷം പിന്നെ ഭഗവാനെ എപ്പോൾ കാണുന്നതും ചതുർബാഹുവായിട്ടാണ്. വൃന്ദാവനത്തിലും മധുരയിലും ഭഗവാൻ ദ്വിബാഹുവായിരുന്നു. മധുര കംസവധം കഴിഞ്ഞ് ജരാസന്ധനോടുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞ് മധുര ഉപേക്ഷിച്ച് ദ്വാരകാപുരിയിൽ എത്തിയതോടു കൂടിയിട്ട് പിന്നെയുള്ള ഭഗവാൻ ചതുർബാഹുവാണ് അല്ലെ. വൃന്ദാവനത്തിൽ ഭഗവാൻ ഓടക്കുഴൽ കയ്യിലുണ്ടായിരുന്നു. മധുരയിലും ദ്വാരകയിലും അതിൻ്റെ ആവശ്യമില്ല. വൃന്ദാവനത്തിൽ കാലികളെ മേച്ച് നടന്നപ്പോൾ കൂട്ടുകാരുമായിട്ട് നടന്നപ്പോൾ ഓടക്കുഴലുമായിട്ട് നടന്നു. പിന്നീട് അദ്ദേഹം ഒരു മധുരാപുരിയിൽ വന്ന് കംസവധത്തിന് ശേഷം ക്ഷത്രിയനായി മാറി, ഒരു രാജകീയമായിട്ടുള്ള പ്രൗഢിയോടുകൂടിയ ആളായി മാറി. പിന്നീട് വളർന്ന ഭഗവാൻ ദ്വാരകയിൽ വിവാഹിതനായി ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ രാജരാജനായി ഭഗവാന്റെ വിഭൂതികളോടുകൂടിയവനായിട്ട് 4 കൈയുള്ളവനായിട്ടാണ് ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത്. ഈവൻ ഗീതയിലും അർജുനൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മഹാഭാരതത്തിലും വരുന്നു. ഗീതയിൽ ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയപ്പെട്ടതായിട്ടുള്ള അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ രൂപം മറച്ചിട്ടേ മറ്റേ രൂപം തന്നെ കാണിച്ചു തരൂ എന്ന്. ഏത് രൂപം? തേനൈവ രൂപേണ ചതുർഭുജേന. ആ പഴയ ചതുർഭുജ രൂപത്തെ എനിക്ക് കാണിച്ചു തരൂ. എനിക്ക് ഈ രൂപം കാണാൻ വയ്യ, എനിക്ക് പേടിയാവണു. ഇതെന്താ ഇത്? ഭയങ്കരമായിട്ടുള്ള രൂപം, ഇതാരാണിത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നതായിട്ടുള്ള അർജുനൻ വിളിച്ചു പറയുന്നുണ്ട്, അങ്ങയുടെ ആ ചതുർബാഹുവായ രൂപത്തെ എനിക്ക് കാണിച്ചു തരൂ. ആ പഴയ രൂപം തിരിച്ചു കാണിക്കൂ, എനിക്കതാണ് കാണേണ്ടത്. അപ്പം ഞാൻ ആശ്വസ്തനാവും എന്ന്. അപ്പം ദ്വാരകാപുരിയിൽ വന്ന ശേഷം ഭഗവാന്റെ രൂപം ചതുർബാഹുവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്തിക്കുക, ഭഗവാന്റെ ആ ഒരു ദൈവീകമായിട്ടുള്ള ഭാവം അവിടെ വന്നപ്പോൾ കൂടുതൽ പ്രകടമാവുകയാണ്. അതിനു മുമ്പ് പ്രാകൃത ശിശുവിനെ പോലെ ഗോകുലത്തിലും മധുരയിലും കഴിഞ്ഞ ഭഗവാൻ ഈ മധുരാപുരിയിൽ എത്തുമ്പോഴേക്കും ദൈവീകമായിട്ടുള്ള ഭാവത്തെക്കുറിച്ച് പ്രകാശിപ്പിക്കുന്നു എന്ന് താല്പര്യം. ഇവിടെയും ആ ചതുർബാഹുവായിട്ട് വർണ്ണിച്ചു. മൈത്രേയ മഹർഷി വന്നു. എന്താ ചെയ്തത് മൈത്രേയ മഹർഷി? തസ്യാനുരക്തസ്യ മുനേർമുകുന്ദഃ പ്രമോദപാരാനതകന്ദരസ്യ ആശൃണ്വതോ മാം അനുരാഗഃ സസമീക്ഷയാ വിശ്രമയൻ ഉവാച. ആ മൈത്രേയ മഹർഷിയോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എപ്പോൾ? ഞാൻ കേട്ടുകൊണ്ടിരിക്കെ എന്ന് പറയുന്നുണ്ട്. ആശൃണ്വതോ മാം, എന്നെയും കേൾപ്പിച്ചുകൊണ്ട് എന്നെയും വിശ്രമിപ്പിക്കുന്നവനായിട്ട് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഭഗവാൻ പ്രമോദഭാര ആനതകന്ദരസ്യ തസ്യ മുനേഹേ, ആ മുനിക്ക്, എങ്ങനെയുള്ള മുനി? പ്രമോദഭാരം, ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷ ആധിക്യം, പ്രമോദത്തിന്റെ ഭാരം കൊണ്ട്
ആനത കന്ദരം, കന്ദരം കഴുത്താണ്, ആനത കന്ദരം നല്ലതുപോലെ വളഞ്ഞ് കുനിഞ്ഞ ശിരസ്, താഴ്ത്തിയ ശിരസ്സോട് കൂടിയതായിട്ടുള്ള ആ മുനേഹേ ആശ്രന്വത, ആ മുനി കേട്ടിരിക്കെ അനുരാഗഹാസ സമീക്ഷയാ, സ്നേഹത്തെ അനുരാഗത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹാസവും നോട്ടത്തോടും കൂടെ, ഹാസം സമീക്ഷ നല്ലതായിട്ടുള്ള നോട്ടത്തോടുകൂടെ, മാം വിശ്രമയന് ഉവാച, എന്നെയും ആശ്വസിപ്പിക്കുന്നവനായിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മൈത്രേയ മഹർഷി കേട്ടുകൊണ്ടിരിക്കെ എന്നോട് പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശം. മാം ഉവാച, എന്നോട് പറഞ്ഞു, എന്നെ വിശ്രമിപ്പിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളിലുള്ള ആദിയെ തീർത്തുകൊണ്ട്. ഭഗവാൻ ദേഹം വെടിഞ്ഞ് പോണുല്ലോ, എന്നോട് ബദരീനാഥത്തിലേക്ക് പോകാൻ പറയുന്നുല്ലോ എന്നുള്ള ആ വിരഹ വിഷമം കൊണ്ട് ഞാൻ അസ്വസ്ഥനായിരുന്നു. അങ്ങനെ ചകിത ഹൃദയനായിരുന്ന എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശ്രമിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. മൈത്രേയ മഹർഷി കേട്ടിരിക്കെ തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞത്. തസ്യാനുരക്തസ്യ മുനേർ മുകുന്ദ, ആരാ പറഞ്ഞത്? മുകുന്ദ, മോക്ഷദാതാവായ ഭഗവാൻ മോക്ഷശാസ്ത്രത്തെ ഉപദേശിച്ചു എന്നർത്ഥം. മുകുന്ദൻ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം തന്നെ മുക്തിം ദദാതി, മുക്തിയെ ദാനം ചെയ്യുന്നവനാണ് മുകുന്ദൻ. ആ മുക്തിദാതാവായ ഭഗവാൻ എനിക്ക് മുക്തിസ്കന്ധം ഉപദേശിച്ചു. മുക്തിസ്കന്ധമാണ് ഏകാദശ സ്കന്ധം. മുഴുവൻ വിഷയവും മുക്തിയെ സംബന്ധിച്ചതാണ്. അന്യതാരൂപം ഹിത്വ സ്വരൂപേണ വ്യവസ്ഥിതി, താനല്ലാത്ത ആരോപിതമായ അധ്യാസിതമായിട്ടുള്ള മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞ് എന്താണ് തൻ്റെ സ്വരൂപം, ആ സ്വരൂപത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മുക്തി. സ്വരൂപ അവസ്ഥിതിയാണ് മുക്തി. സ്വസ്വരൂപേണ അവസ്ഥിതി. അന്യതാരൂപം ഹിത്വ, താനല്ലാത്ത അന്യരൂപങ്ങളെയെല്ലാം വെടിഞ്ഞ് സ്വരൂപത്തിലേക്കുള്ള ഇരുപ്പാണ് മുക്തി. ആ ഉപദേശമാണ് ഏകാദശ സ്കന്ധം. അപ്പൊ അത് ഉപദേശിച്ചവനാരാ? മുകുന്ദൻ, മുക്തിദാതാവ്. മുക്തിം ദദാതീതി മുകുന്ദ. അപ്പൊ മുകുന്ദൻ ആ മൈത്രേയ മഹർഷി കേട്ടുകൊണ്ടിരിക്കെ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. തസ്യാനുരക്തസ്യ മുനേർമുകുന്ദഃ പ്രമോദഭാരാനതകന്ദരസ്യ ആശ്രിണ്വതോ മാം അനുരാഗഹാസ സമീക്ഷയാ വിശ്രമയന്നുവാച. ശ്രീഭഗവാനുവാച. വേദാഹമന്തർമനസിത്സിതം തേ ദദാമി യത്തദ്ദുരവാപമന്യൈഃ സത്രേ പുരാ വിശ്വസൃജാം വസൂനാം മൽസിദ്ധികാമേന വസോ ത്വയേഷ്ടഃ. ഉദ്ധവനെ നോക്കിക്കൊണ്ട് ഭഗവാൻ പറയുന്ന വാക്കുകളാണിത്. ശ്രീ ഭഗവാനുവാച. വേദാഹം അന്തർമനസി ഈപ്സിതം തേ ദദാമി യത്തത് ദുരവാപം അന്യൈഃ സത്രേ പുരാ വിശ്വസൃജാം വസൂനാം മൽസിദ്ധികാമേന വസോ ത്വയാ ഇഷ്ടഃ. ഇപ്പോൾ ഇവിടെ അവസാനത്തെ വരിയിൽ വസോ എന്നുള്ളത് ഉദ്ധവനെ സംബോധന ചെയ്യാണ്. ഉദ്ധവൻ പൂർവജന്മത്തിൽ വസു ആയിരുന്നു, അഷ്ടവസുക്കളില് ഒരുവനായിരുന്നു അത്രേ. അതാണ് ഇവിടെ വസോ എന്ന്. ഇത് ആർക്കറിയാം? ഭഗവാൻ അറിയാം അല്ലേ? ഭഗവാൻ അർജുനോട് പറയുന്നില്ലേ, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു അർജുന. താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. എനിക്കെല്ലാം അറിയാം, നിനക്കൊന്നും അറിയൂല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ഇപ്പൊ ഇവിടെ ഉദ്ധവനോടും ഭഗവാൻ പറയണ, നിന്റെ പൂർവജന്മം എനിക്കറിയാം, നീ പൂർവജന്മത്തിൽ വസു ആയിരുന്നു, അതുകൊണ്ട് ഇപ്പൊ വസോ എന്ന് സംബോധന. അല്ലയോ വസോ, തേ അന്തർമനസി ഈപ്സിതം അഹം വേദ. തേ അന്തർമനസി, നിന്റെ ഉള്ളിലിരിപ്പ്,
മനസ്സിൻ്റെ ഉള്ളിലിരിപ്പുള്ളത് എന്താണെന്ന് അഹം വേദ, ഞാൻ അറിയുന്നു. നിന്റെ ഈപ്സിതം ആഗ്രഹം, അഭീപ്സിതം എന്താണെന്ന് ഞാൻ അറിയുന്നു. അന്യൈഹി ദുരപാപം തത് ദദാമി, മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ ആഗ്രഹത്തെ ഞാൻ നിനക്ക് നൽകാം, ഞാൻ നിനക്ക് സാധിച്ചു തരാം. മറ്റൊരാൾക്കും കിട്ടാത്തതായിട്ടുള്ള ദുർലഭമായിട്ടുള്ള ആ നിന്റെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു തരാം. അതാണ് അന്യൈഹി ദുരപാപം തത് ദദാമി, അത് ഞാൻ നൽകാം നിനക്ക്. കാരണം പുരാ വിശ്വസൃജാം വസൂനാം സത്രേ മത്സിദ്ധികാമേന ത്വയാ ഇഷ്ടഃ. പുരാ പണ്ട്, പൂർവജന്മത്തിൽ എന്നർത്ഥം. വിശ്വസൃജാം വസൂനാം സത്രേ, ലോകസൃഷ്ടാക്കളായിരിക്കുന്ന വസുക്കളുടെ സത്രത്തിൽ, ഒരു യാഗത്തിൽ വെച്ച് മത്സിദ്ധികാമേന ത്വയ, എന്നെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായ ത്വയ, നിന്നാൽ ഇഷ്ടഃ എന്ന് പറഞ്ഞാൽ ഇഷ്ടി ചെയ്യപ്പെട്ടു, യാഗം ചെയ്യപ്പെട്ടു, പൂജിക്കപ്പെട്ടു. അപ്പൊ യു വർഷിപ്ഡ് മീ ഇൻ യുവർ പാസ്റ്റ് ലൈഫ്. മറ്റുള്ള വസുക്കളുടെ സത്രത്തിൽ വെച്ച്, വിശ്വസൃഷ്ടാക്കളായ ആളുകളുടെ സത്രത്തിൽ വെച്ച് എന്നെ പ്രാപിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി നീ അന്ന് എനിക്ക് വേണ്ടി യാഗങ്ങളെ ചെയ്തു. ഇഷ്ടഃ എന്ന് പറഞ്ഞാൽ ഇഷ്ടി ചെയ്തവൻ, ഇഷ്ടി എന്നാൽ യാഗം. അപ്പൊ യാഗം കൃതവാൻ എന്നർത്ഥം. നീ എനിക്ക് വേണ്ടി, എന്നെ പ്രാപിക്കാൻ വേണ്ടി, എന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അന്ന് ആ സത്രത്തിൽ യാഗം ചെയ്തു. അപ്പം നിന്റെ ഉള്ളിലിരിപ്പ് എന്നെ പ്രാപിക്കലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദുരാപമായിരിക്കുന്ന കാര്യത്തെ ഞാൻ നിനക്ക് നൽകുന്നുണ്ട്, ദുർലഭമായിട്ടുള്ള ഉപദേശം നിനക്ക് നൽകാൻ പോവുകയാണ് എന്ന് പറയണം. വേദാഹമൻ അന്തർമനസിപ്സിതം തേ ദദാമി യത്തദ്ദുരവാപമന്യൈഹി സത്രേ പുരാം വിശ്വസൃജാം വസൂനാം മൽസിദ്ധികാമേന വസോ ത്വയേഷ്ടഃ. സയേഷ സാധോ ചരമോ ഭവാനാം ആസാദിതസ്തേ മദനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം ദിഷ്ട്യാ ദദൃശ്വാൻ വിശദാനുവൃത്യ. സയേഷ സാധോ ചരമോ ഭവാനാം ആസാദിതസ്തേ മദനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം ദിഷ്ട്യാ ദദൃശ്വാൻ വിശദാനുവൃത്യ. ഹേ സാധോ, നല്ല സച്ചരിത്രമുള്ളവനെ, ഉത്തമനായിട്ടുള്ളവനെ, സദാചാരത്തോടുകൂടി ജീവിച്ചവനെ, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവനെ, സാധോ. സഹ യേഷഃ ഭവാനാം ചരമഃ തേ ആസാദിതഃ. ആ നീ, ആ വസുവായിരുന്ന നീ, സഹ യേഷഃ, ആ അവൻ തന്നെയാണ് ഇപ്പോൾ യേഷഃ, ഈ നീയായിരിക്കുന്നത്. അങ്ങനെയുള്ള നീ ഭവാനാം ചരമഃ തേ ആസാദിതഃ. ഇവിടെ ഭവാനാം എന്ന് പറഞ്ഞാൽ ഭവം എന്നാൽ ജന്മം, ഭവിക്കുക. അപ്പൊ ജന്മം, സംസാരം, ആ ജന്മങ്ങളുടെ ചരമം എന്ന് പറഞ്ഞാൽ അവസാനത്തേത്, ലാസ്റ്റ്, ഫൈനൽ എന്ന് സംസ്കൃതത്തിലുള്ള ഒരു പദമാണ് ചരമം എന്നുള്ളത്. അപ്പൊ നിന്റെ ജന്മം ഇത് അവസാനത്തെ ജന്മമാണ്. തേ ആസാദിത, നിന്നാൽ പ്രാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്കൊരു ജന്മം ഇല്ല. ദിസ് ഈസ് യുവർ ഫൈനൽ ബർത്ത്. ഇത് മത് അനുഗ്രഹ, അത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം നീ പൂർവ്വജന്മത്തിൽ എന്നെ അത്രയ്ക്ക് ഭജിച്ചിട്ടുണ്ട്. നീ വസുവായിരിക്കുമ്പോൾ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യാഗം ചെയ്തു. അതുകൊണ്ട് നിന്നിൽ പ്രസാദിച്ച ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് നിന്റെ അവസാനത്തെ ജന്മമാണ് എന്ന് ആണ്. എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിനക്കത് സാധിച്ചിരിക്കുന്നത്. ഇപ്പതാ നൃലോകാൻ ഉത്സൃജന്തം മാം, നരലോകത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ എന്നെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ വേഷത്തെ അഴിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നവനാണ് ഞാൻ. ഈ കൃഷ്ണാവതാരം അവസാനിപ്പിച്ചുകൊണ്ട് ഈ കുപ്പായം, ഈ എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഇതെല്ലാം അഴിച്ചു കളയാനായി ഒരുമ്പെട്ടിരിക്കുന്ന നൃലോകാൻ ഉത്സൃജന്തം മാം വിശദാനുവൃത്യാ ദദൃശ്വാൻ എന്ന് പറഞ്ഞാൽ നീ കണ്ടു, കണ്ടവനായി. എന്തുകൊണ്ട് കണ്ടു? വിശദ അനുവൃത്യ. വിശദം എന്ന് പറഞ്ഞാൽ നിർമ്മലം, ശുദ്ധമായിട്ടുള്ള അനുവൃത്തി എന്ന് പറഞ്ഞാലോ അനുസരണം. ഭഗവാനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനോട്
പ്രേമമുള്ളവനായിരിക്കുക, ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുക, ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കുക, അതൊക്കെയാണ് അനുവൃത്തി. അപ്പോൾ വിശദാനുവൃത്തിയ, നിഷ്കളങ്കമായ അനുസരണം, ആ ഭക്തി, എന്നോടുള്ളതായിട്ടുള്ള ഭക്തി, നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിഞ്ഞത്. എപ്പോ? ഈ അവസാന നിമിഷത്തിൽ, ഈ ദേഹം വെടിയാനിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് നീ എത്തിച്ചേർന്നത് നിന്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ നിന്റെ സുഹൃതമാണ്, നിന്റെ ഭക്തിയാണ്, എൻ്റെ അനുഗ്രഹവുമാണ്. മതനുഗ്രഹ, നിന്റെ ഈ ജന്മം അവസാനത്തെ ജന്മമാണ്, അതെൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന എന്നെ ഈ അവസാന നിമിഷത്തിൽ കാണാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയത് നിന്റെ വിശദമായ ഭക്തി കൊണ്ടാണ്, ശുദ്ധമായ നിർമ്മലമായ ഭക്തി കൊണ്ടാണ്, നിന്റെ സമർപ്പണം. നീ അത്രയ്ക്കും എന്താ പറയുക, എന്നോട് അനുസരണയുള്ളവനായിരുന്നു ഇത്രയും കാലം. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സയേഷ സാധോ ചരമോ ഭവാനം ആസാദിതസ്തേ മതനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം. ഇവിടെ രഹ എന്നുള്ളത് ഏകാന്തത്തിൽ സ്വകാര്യമായിട്ട് വന്നിട്ട് രഹസ്യത്തിൽ ശരീരം ഉപേക്ഷിക്കാൻ വന്നവനാണ് ഞാൻ. എല്ലാവരെയും പറ്റിച്ച് ഒളിഞ്ഞു വന്നതാണ്, രഹസ്യത്തിൽ വന്നതാണ്. പക്ഷെ നീ എന്നെ കണ്ടുപിടിച്ചു. നീ എന്നെ കണ്ടുപിടിച്ചത് നിന്റെ കഴിവ് മാത്രമല്ല, നിന്റെ ഭക്തി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ അനുഗ്രഹവും കൂടിയുണ്ട്. നീ എന്നെ കണ്ടോട്ടെ എന്ന് ഞാൻ കരുതി. നീ മാത്രമേ കാണാൻ പാടുള്ളൂ. ആരാണോ എന്നെ തന്നെ ആശ്രയിക്കുന്നത് അവർക്ക് എന്നെ കാണാം. മറ്റെല്ലാവർക്കും ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ആളല്ല ഞാൻ. യമൈ വൈഷ വൃണുതേ തേന ലഭ്യ തസൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആരാണോ ആ ആത്മാവിനെ തന്നെ വേണമെന്നുള്ള ആ ഒരു ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് അവർക്ക് ആത്മസ്വരൂപം സ്വയം അനാവരണം ആകപ്പെടുന്നു, ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. എന്നതുപോലെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ഭഗവാനെ കാണണമെന്നുള്ള തീവ്രമായ കൊതിയോടുകൂടെ അന്വേഷിച്ച് നടന്നതുകൊണ്ട് നിനക്ക് മാത്രം എന്നെ കാണാൻ കിട്ടി. വേറെ എല്ലാവരെയും ഞാൻ പറ്റിച്ച് രഹസ്യത്തിൽ വന്നതാ, സ്വകാര്യമായിട്ട് വന്നതാ. എന്തുകൊണ്ട് നിനക്ക് കാണാൻ പറ്റി? നീ അത്രയ്ക്കും അനുസരണയുള്ളവനായിരുന്നു, അത്രയ്ക്കും ഡെഡിക്കേഷനായിരുന്നു എന്നോട്. എന്നെ കാണണമെന്നുള്ള നിർബന്ധം നിനക്കുണ്ടായിരുന്നു, എന്നെ പിരിയാനുള്ള വ്യസനം നിനക്ക് അത്രയുണ്ടായിരുന്നു. അതുകൊണ്ട് നീ അർഹനാണ് എന്നെ കാണാൻ. അതുകൊണ്ട് ഞാൻ എന്നെ കാണിച്ചു തന്നു ഈ അവസാന കാലത്ത്. സ്വയേഷ സാധോ ചരമോ ഭവാനം ആസാദിതസ്തേ മതനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം ദിഷ്ട്യാ ഭവാൻ ദിഷ്ട്യാ ദദൃശ്വാൻ വിശദാനുവൃത്യ. അവിടെ ദിഷ്ട്യ എന്നുള്ള പ്രയോഗമുണ്ട്. ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്. നിനക്ക് ഭാഗ്യമുണ്ട്, നീ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, നീ സുഹൃതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ ദർശനം തന്നു. പുരാമയാ പ്രോക്തമജായനാഭ്യേ പത്മേ നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽ സൂരയോ ഭാഗവതം വദന്തി. പുരാമയാ പ്രോക്തം അജായനാഭ്യേ പത്മേ നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽ സൂരയോ ഭാഗവതം വദന്തി. അപ്പോ ഭഗവാൻ ഉദ്ധവനോട് പറയാ, ഞാൻ നിനക്ക് ഭാഗവതം പറഞ്ഞു തരാം. ഏത് ഭാഗവതം? പണ്ട് ഞാനേ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്കാ? എൻ്റെ നാഭീകമലത്തിൽ ഇരുന്നിരുന്ന ഒരാൾക്ക്. ആരാണ്? അജായ, അജനായിക്കൊണ്ട്. അജനാരാ? ബ്രഹ്മദേവൻ. അപ്പൊ ഞാൻ പണ്ട് എൻ്റെ നാഭീപത്മത്തിലിരുന്ന ബ്രഹ്മദേവന് ഉപദേശിച്ചതായിട്ടുള്ള പരമമായ ജ്ഞാനം, അതിനെ അറിവുള്ളവർ സൂരികൾ ഭാഗവതം എന്ന് വിളിക്കുന്നു. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റേത്, ഭഗവാനെ സംബന്ധിച്ചത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഭഗവാൻ ഉപദേശിച്ച ജ്ഞാനം ഭാഗവതം. അന്ന് ഞാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു, അത് നിനക്കിപ്പോൾ പറഞ്ഞു തരാം എന്നാണ് ഇവിടെ സൂചന.
പുരാ മയാ പ്രോക്തം, പുരാ പണ്ട്, മയാ എന്നാൽ പ്രോക്തം പറയപ്പെട്ടു. എന്ത്? ആർക്കായിക്കൊണ്ട്? അജായ അജനായിക്കൊണ്ട്, ബ്രഹ്മദേവനായിക്കൊണ്ട്. എവിടെ വെച്ചിട്ട്? ഏതജന്? നാഭ്യേ പത്മേ നിഷണ്ണായ, എൻ്റെ നാഭ്യമായ പത്മത്തിൽ. നാഭ്യം എന്ന് പറഞ്ഞാൽ നാഭിയിൽ ഭവിച്ചത്, എൻ്റെ പൊക്കിളിൽ ഭവിച്ചതായിട്ടുള്ള ആ പത്മത്തിൽ നിഷണ്ണായ ഇരിക്കുന്നവനായ, പത്മാസനസ്ഥനായ ആ ബ്രഹ്മദേവനായിക്കൊണ്ട്. എപ്പോൾ? മമ ആദിസർഗേ, ആദിസർഗേ സൃഷ്ടിക്ക് മുമ്പേ, സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ആണ് ബ്രഹ്മദേവന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചത്, അല്ലേ? അതിനെയാണ് ഇവിടെ പറയുന്നത്. ആ ചതുശ്ലോകി ഭാഗവതം സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് അജായ മമ നാഭ്യേ പത്മേ നിഷണ്ണായ, എൻ്റെ നാഭീപത്മത്തിൽ ഇരിക്കുന്നവനായ അജനായിക്കൊണ്ട് ഞാൻ സൃഷ്ടിക്ക് മുമ്പേ ഏതൊന്ന് പറഞ്ഞു കൊടുത്തു. എന്താണത്? മൻ മഹിമാവഭാസം പരം ജ്ഞാനം, എൻ്റെ പരമമായ മഹിമയെ പ്രകാശിപ്പിക്കുന്ന പരമമായ ജ്ഞാനം. എന്താണ് എൻ്റെ മഹിമ? എല്ലാ കാലത്തും ഞാനുണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ മാത്രമേ എല്ലാ കാലത്തും ഉള്ളൂ, അല്ലേ? ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഇതെല്ലാം ഇല്ലാതായാലും ഞാനേ ശേഷിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതെല്ലാം മമ മഹിമ. ഈ പ്രപഞ്ചം ഏതാവാനസ്യ മഹിമാ അതോ ജായാഗംസ പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഇത് തന്നെയാണ് എൻ്റെ മഹിമാവഭാസം. ഈ അനന്തമായ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമുണ്ടല്ലോ, അത്ഭുതമായിട്ടുള്ള ഈ പ്രപഞ്ചം, അതെൻ്റെ മഹിമയാണ്, അതെൻ്റെ നിസ്സാരമായിട്ടുള്ള മഹിമയാണ്. എന്നെ സംബന്ധിച്ച് നിസ്സാരം, നിങ്ങളെ സംബന്ധിച്ച് മഹത്ത്. എൻ്റെ യഥാർത്ഥ വലിപ്പമറിയാത്ത നിങ്ങൾക്ക് ഈ വിശ്വമേ വലുത്. എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വം എത്ര ചെറുത്. അപ്പൊ എൻ്റെ മഹിമ അവഭാസമാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള മഹിമയാണ് ഈ പ്രപഞ്ചം തന്നെ. അപ്പൊ മഹിമാവഭാസം, ജ്ഞാനം പരം, പരമമായിട്ടുള്ള ജ്ഞാനം ഞാൻ ആ ബ്രഹ്മദേവൻ ഉപദേശിച്ചുവല്ലോ. അതിനെ ഏതൊന്നിനെ സൂരയ അറിവുള്ളവർ, മഹാത്മാക്കൾ, സൂരികൾ ഭാഗവതം വദന്തി, ഭാഗവതം എന്നതിനെ വിളിക്കുന്നു. അങ്ങനെ മഹാത്മാക്കൾ ഏതൊരു ജ്ഞാനത്തെ ഭാഗവതം എന്ന് പറയുന്നുവോ ആ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിക്കാം എന്നർത്ഥം. എൻ്റെ തത്വം ഞാൻ ഉപദേശിക്കാം, എൻ്റെ രഹസ്യം ഞാൻ നിനക്ക് ഉപദേശിക്കാം, അദ്വൈത രഹസ്യം ഞാൻ നിനക്ക് ഉപദേശിക്കാം. ഇവിടെ പലതില്ല, ഇവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എല്ലാം ഇല്ലാതായാലും ഒന്നേ ശേഷിക്കുകയുള്ളൂ, അതുകൊണ്ട് മധ്യത്തിലും ഒന്നേ ഉള്ളൂ. ആദൗ അന്തേ ചയം നാസ്തി വർത്തമാനേപി തത്തദാ നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ. അതുകൊണ്ട് ആ തത്വം ഞാൻ നിനക്ക് അറിയിക്കാം. ബ്രഹ്മദേവന് ഞാൻ ഉപദേശിച്ചു ചതുശ്ലോകി ഭാഗവതം എന്ന പേരില്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയണം. പുരാമയാ പ്രോക്തമജായ നാഭ്യേ പത്നി നിഷണ്ണായ മമാതിസർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽ സൂരയോ ഭാഗവതം വദന്തി ഇത്യാദൃതോക്തഃ പരമസ്യ പുംസഃ പ്രദക്ഷിണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോ മസ്കലിതാക്ഷരസ്ഥം മുഞ്ചൻ ശുചഃ പ്രാഞ്ജലിരാബഭാഷേ. ഉദ്ധവൻ ഭഗവാനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉദ്ധവൻ പറയാൻ പോകണം. ഇത്യാദൃതോക്തഃ പരമസ്യ പുംസഃ പ്രദക്ഷിണ അനുഗ്രഹഭാജനോഹം. ആ പരമസ്യ പുംസഃ, പരമനായ പുരുഷന്റെ, ആ ഭഗവാന്റെ നാരായണന്റെ പ്രദക്ഷിണ അനുഗ്രഹഭാജനഹം. പ്രദക്ഷിണം, ഓരോ നിമിഷവും അനുഗ്രഹത്തിന് ഭാജനമായിരുന്നു ഞാൻ, പാത്രമായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സന്തത സഹചാരിയായിരുന്നു ഞാൻ. 11ാം വയസ്സിൽ അദ്ദേഹം മധുരാപുരിയിൽ എത്തിയതിനു ശേഷം എന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും മന്ത്രിയും ഉപദേഷ്ടാവും എല്ലാമായി സ്വീകരിച്ചു. അന്ന് മുതൽക്ക് അദ്ദേഹത്തിന്റെ നിഴലാണ് ഞാൻ. അന്ന് മുതൽക്ക്
അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാണ് ഞാൻ. പ്രതിക്ഷണ അനുഗ്രഹ ഭാജന അഹം എന്ന് ഉദ്ധവൻ. നമ്മളോ? നമ്മൾ ഭഗവാന്റെ അനുഗ്രഹ ഭാജനമല്ലേ? പ്രതിക്ഷണം ഉണ്ടോ? പ്രതിക്ഷണം ഏതെങ്കിലും ഒരു ക്ഷണം ഭഗവാൻ നമ്മളെ വിട്ടു നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷണം ഭഗവാൻ നമ്മളെ മറക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷണം ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ആത്മസ്വരൂപമായി നമ്മെ എല്ലായ്പ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ പുറത്തേക്ക് പോയ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ട്? പുറത്തേക്ക് പോയ ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിയുന്നത് പ്രതിക്ഷണ അനുഗ്രഹ ഭാജനം ആയതുകൊണ്ടാണ്. അപ്പോൾ ഉദ്ധവൻ പറയും പോലെ നമുക്കും പറയാൻ കഴിയണം. ഉദ്ധവൻ പ്രത്യക്ഷമായിട്ട് കൃഷ്ണന്റെ പുറകെ നടന്നുവെങ്കിൽ നമ്മളും ഭഗവാന്റെ ഒപ്പം തന്നെയാണ് നടക്കുന്നത്. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പ്രദക്ഷിണ അനുഗ്രഹ ഭാജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ആ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഓരോ അനുഗ്രഹവും എപ്പോഴൊക്കെ നമുക്ക് എന്തൊക്കെ ആപത്ത് വരാം, എങ്ങനെയൊക്കെ സംഭവിക്കാം, എവിടെയൊക്കെ എന്തൊക്കെ പറ്റുന്നു ആളുകൾക്കൊക്കെ. ഇന്നലത്തെ മഴയോ ഇടിവെട്ടോ വെള്ളപ്പൊക്കമോ ഒക്കെ പോരെ നമ്മളെ ബാധിച്ചുവോ? നമ്മളെ എന്തെങ്കിലും ബാധിച്ചുവോ? എവിടെയൊക്കെ ആളുകൾ കഷ്ടപ്പെടുന്നു, നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആനന്ദിക്കുന്നു. മഴയും ഇടിയും ഭൂകമ്പം എന്ന് പറഞ്ഞ പോലെ അല്ലേ, പല ഭാഗത്തും ലാൻഡ് സ്ലൈഡോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. വീടുകളൊക്കെ ഒലിച്ചുപോയി, വാഹനങ്ങൾ ഒലിച്ചുപോയി, വീടുകളുടെയൊക്കെ ഉള്ളിൽ വെള്ളം കയറി എല്ലാം മുതലും നശിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആളുകൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു പ്രാണനും കൊണ്ട്. നമുക്ക് വല്ലതും ബാധിച്ചോ? ആരാ നമ്മെ രക്ഷിച്ചത്? പ്രദക്ഷിണ അനുഗ്രഹ ഭാജനോഹം പ്രതിബോധ വിദിതം മതം. ഉപനിഷത്ത് പറയുമ്പോൾ നമ്മുടെ ഓരോ ചിത്തവൃത്തിയുടെയും പുറകിൽ സാക്ഷിയായി എല്ലാം അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ബോധം, ആ ചൈതന്യം, അതാണ് ഭഗവാൻ. അപ്പം നമ്മളൊക്കെ പ്രദക്ഷിണ അനുഗ്രഹ ഭാജനങ്ങളാണ്. ഉദ്ധവൻ പറയും പോലെ നമുക്കും പറയാറാവട്ടെ. പ്രദക്ഷിണാനുഗ്രഹ ഭാജനോഹം, പ്രദക്ഷിണാനുഗ്രഹ ഭാജനോഹം, പ്രദക്ഷിണാനുഗ്രഹ ഭാജനോഹം. അല്ലേ? ഇത്രയും വലിയ കോവിഡൊക്കെ വന്നിട്ടും നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. എത്രയോ ആളുകളെ കൊണ്ടുപോയി. പക്ഷെ നമ്മളൊക്കെ ഇവിടെ ബാക്കിയായത് പ്രദക്ഷിണാനുഗ്രഹ ഭാജനങ്ങളായതുകൊണ്ടാണ്. എന്തിന്? ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് പോവാ അല്ലേ? അങ്ങനെയും മരിക്കേണ്ട ആൾക്കാർ. തൊണ്ടയിലൊരു വറ്റ് കുരുങ്ങിയാൽ മതി, ശ്വാസകോശത്തിലേക്ക് എന്തെങ്കിലും കയറിപ്പോയാൽ മതി വഴിമാറിയിട്ട്. എല്ലാറ്റിനും കൂടി ഒരു വഴി തന്നെ ഉള്ളൂ, തൊണ്ടയിൽ. പക്ഷേ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ടൊക്കെ. ആമാശയത്തിലേക്ക് പോകുന്നതിന് പകരം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ പണി കഴിഞ്ഞു. അപ്പം അതൊന്നും പോകാതെ പ്രദക്ഷിണ അനുഗ്രഹ ഭാജനങ്ങളാണ് നമ്മളൊക്കെ ഓരോ നിമിഷവും തിരിച്ചറിയുക. ഉദ്ധവൻ പറയും പോലെ നമുക്കും പറയാം. അപ്പോൾ ആ പരമസ്യ പുംസഹ, പരമപുരുഷനായ ഭഗവാന്റെ പ്രദക്ഷിണ അനുഗ്രഹ ഭാജന അഹം, ഓരോ ക്ഷണത്തിലും അനുഗ്രഹത്തിന് പാത്രമായി ഭവിച്ചിട്ടുള്ള ഞാൻ. ഇതി ആദൃതോക്ത, ഭഗവാൻ എന്നെ ആദരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ആദൃതോക്ത, എന്നെ ആദരിച്ചു, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് എന്നെ ദർശിക്കാൻ സാധിച്ചു
എന്ന് ഭഗവാൻ എന്നോട് ആദരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആദൃതോക്ത. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുണ്ടായി? സ്നേഹോത്തരോമസ്കലിതാക്ഷര. ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ഉദ്ധരോമനായിട്ട് എൻ്റെ രോമങ്ങളെല്ലാം ഉത്ഥാനം ചെയ്തു. രോമാഞ്ച കഞ്ചുകിതനായി ഞാൻ ഭഗവാന്റെ ഈ സ്നേഹം കൊണ്ട്, ഭഗവാനോടുള്ള പ്രേമം എൻ്റെ ഉള്ളിലും കണ്ണുനീരായും രോമാഞ്ചമായും ശരീരത്തിൽ പ്രകടമായി. സ്ഖലിതാക്ഷര, സ്ഖലിതമായ അക്ഷരങ്ങളോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട് ഇടറുന്ന തൊണ്ടയോടുകൂടെ ഭഗവാന്റെ എന്നോടുള്ള സ്നേഹത്തിന്, കാരുണ്യത്തിന് ഞാൻ എങ്ങനെയാണ് ഭഗവാനോട് മറുപടി പറയുക? എങ്ങനെയാണ് അദ്ദേഹത്തോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക? അത് ഞാൻ വികാരവിവശനായി അങ്ങനെ രോമാഞ്ചം കൊണ്ടും കണ്ടമിടറിക്കൊണ്ടും സ്നേഹോത്തരോമസ്കലിതാക്ഷര അഹം ശുചഃ മുഞ്ചന്, കണ്ണുനീർ വാർക്കുന്നവനായിക്കൊണ്ട്. ശുചഃ എന്നുള്ളത് ഇവിടെ കണ്ണുനീരെന്ന അർത്ഥത്തിലാണ്. കണ്ണുനീരിനെ മോചിപ്പിച്ചുകൊണ്ട്, ആനന്ദാശ്രുക്കളെ മോചിപ്പിച്ചുകൊണ്ട് പ്രാഞ്ജലി ആബഭാഷേ, ഭഗവാന്റെ മുമ്പിൽ അഞ്ജലി കൂപ്പിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ആ ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും വാത്സല്യവും എന്നെ പരവശനാക്കി കളഞ്ഞു, ആനന്ദപരവശനാക്കി. രോമാഞ്ച കഞ്ചുകിതനായി തൊണ്ട ഇടറിക്കൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. ഇത്യാദൃതോക്തഃ പരമസ്യ പുംസഃ പ്രദക്ഷിണാനുഗ്രഹ ഭാജനോഹം സ്നേഹോത്തരോമസ്കലിതാക്ഷരസ്തം മുഞ്ചൻ ശുചഃ പ്രാഞ്ജലിരാബഭാഷേ. ക്വോന്വീശത്തെ പാദസരോജഭാജാം സുദുർലഭോർത്തേഷു ചതുർഷ്വഭിഃ തദാഭിനാഹം പ്രവൃണോമി ഭൂമൻ ഭവൽപദാംബോജനിഷേവണോത്സുകഃ. ക്വോന്വീശ തേ പാദസരോജഭാജാം സുദുർലഭോ അർത്ഥേഷു ചതുർഷു അഭീഹ തദാഭിനാഹം പ്രവൃണോമി ഭൂമൻ ഭവൽപദാംബോജനിഷേവണോത്സുകഃ. ഭഗവാനോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്തും നൽകുന്ന ആളാണ്, പക്ഷെ എനിക്കൊന്നും വേണ്ട. എനിക്ക് ആകെ കൂടി അങ്ങയെ മാത്രം മതി, വേറൊന്നും ഞാൻ വരിക്കുന്നില്ല എന്നാണ്. തേ സരോജഭാജാം, തേ പാദസരോജഭാജാം ചതുർഷു അർത്ഥേഷു കോനു സുദുർലഭഃ. ഒരു ചോദ്യമാദ്യം. തേ പാദസരോജഭാജാം, അങ്ങയുടെ പാദസരോജത്തെ ഭജിക്കുന്നവർക്ക്, അങ്ങയുടെ പാദകമലങ്ങളെ സേവിക്കുന്നവർക്ക്, തേ പാദസരോജഭാജാം ചതുർഷു അർത്ഥേഷു, ചതുർഷു പുരുഷാർത്ഥേഷു, 4 പുരുഷാർത്ഥങ്ങളിൽ ഏതൊക്കെയാണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളിൽ കോനു സുദുർലഭഃ, എന്താണ് ദുർലഭമായിട്ടുള്ളത്? എല്ലാം സുലഭമാണല്ലോ. അങ്ങയെ ഭജിക്കുന്നവർക്ക്, അങ്ങയുടെ പാദങ്ങളെ ഭജിക്കുന്നവർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതാണല്ലോ, ദുർലഭമേ അല്ലല്ലോ. തഥാപി, എങ്കിലും, അങ്ങനെയൊക്കെയാണെങ്കിലും ഭവൽ പദാംബോജ നിഷേവണോത്സുകഃ അഹം, ഭവൽ പദാംബോജ നിഷേവണോത്സുകഃ, അങ്ങയുടെ പാദകമലത്തെ നല്ലതുപോലെ നിതരാം സേവിക്കുന്നതിൽ ഉത്സുകനായിരിക്കുന്ന ഞാൻ, ആ ഭഗവാന്റെ പാദകമലങ്ങളെ മാത്രം സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ഞാൻ, ന പ്രവൃണോമി, വേറൊന്നിനെയും ഞാൻ വരിക്കുന്നില്ല. എനിക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വേണ്ടേ വേണ്ട, 4 പുരുഷാർത്ഥങ്ങളും വേണ്ട, എനിക്ക് അങ്ങയുടെ പാദകമലം മതി സേവിക്കാൻ. ഇതാണ് ബേസ്. ഏതിന്റെ? കുലശേഖര പെരുമാളുടെ, കുലശേഖര ആഴ്വാരുടെ മുകുന്ദമാലയുടെ ബേസ് ഇതാണ്. സ്രോതസ് എവിടെയാണ്? കുലശേഖര ആഴ്വാർ എന്ത് പാടി? നാസ്താധർമ്മേ ന വസുനിജയേ നൈവ കാമോ ഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം
ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വൽപാദാംബോരുഹ യുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. നാസ്താധർമ്മേ ന വസുനിചയേ നൈവ കാമോപഭോഗേ. എനിക്ക് ധർമ്മത്തിൽ ആസ്ഥയില്ല, ശ്രദ്ധയില്ല, ധർമ്മം വേണ്ട എനിക്ക്. വസുനിചയം ധനസഞ്ചയം, അർത്ഥം എനിക്ക് വേണ്ട. നൈവ കാമോപഭോഗേ വിഷയഭോഗങ്ങൾ, കാമം എന്ന പുരുഷാർത്ഥം എനിക്ക് വേണ്ട. ഇപ്പൊ ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങളും എനിക്ക് വേണ്ടേ വേണ്ട. നാസ്താ ധർമ്മേ ന വസുനിചയേ നൈവ കാമോപഭോഗേ യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. എന്തൊക്കെയാണ് എനിക്ക് വരാനുള്ളതൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ ഭവിക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ വറിയടേ അല്ല. പൂർവകർമാനുരൂപം ഭവതു, എന്താണോ എൻ്റെ പൂർവകർമ്മം അതിനനുരൂപമായിട്ട് തന്നെ ഭവിച്ചോട്ടെ, അതിനെയൊന്നും മാറ്റിത്തരുമൊന്നും വേണ്ട. ലെറ്റ് ഇറ്റ് ബി, അതെന്തോ ആവട്ടെ, അതൊന്നും ഞാൻ മാറാനും ആവശ്യപ്പെടുന്നില്ല. യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം. ഇത്രമാത്രമാണ് എനിക്ക് വളരെയധികം പ്രാർത്ഥിക്കാനുള്ളത്, അങ്ങയോട് വളരെ തീവ്രമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇത്രമാത്രമാണ്. ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി, ജന്മജന്മാന്തരങ്ങൾ തോറും ത്വൽപാദാംബോരുഹ യുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. ത്വൽപാദാംബോരുഹ യുഗഗദാ, അങ്ങയുടെ 2 പാദകമലങ്ങളിൽ പ്രാപിച്ചതായിട്ടുള്ള നിശ്ചലമായ ഇളകാത്തതായിട്ടുള്ള ഭക്തി മാത്രം മതി എനിക്ക്. അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തി ഉണ്ടെങ്കിൽ എത്ര ജന്മങ്ങൾ വേണമെങ്കിൽ ഞാൻ എടുക്കാം, ഏത് നരകത്തിൽ വേണമെങ്കിൽ പോയി കഴിയാം, എവിടെ വേണമെങ്കിൽ എന്നെ കൊണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രം, ഭക്തി മാത്രം നൽകണം. ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേവാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേബി ചിന്തയാനി. ദേവലോകത്തിലോ ഭൂമിയിലോ നരകത്തിലോ എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ എൻ്റെ വാസം. നരകാന്തക പ്രകാമം ഭവതു, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ എവിടെ വേണമെങ്കിലും ഇട്ടോളൂ, എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ എല്ലാ ലോകവും വിഷ്ണു ലോകമാക്കി മാറ്റും. വീണയിടം വിഷ്ണു ലോകം എനിക്ക്. ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേവാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേബി ചിന്തയാനി. ആ ശരത്കാലത്തിലെ താമരയെ നിസാരവൽക്കരിക്കുന്ന മനോഹരമായിട്ടുള്ള അങ്ങയുടെ 2 പാദകമലങ്ങളുണ്ടല്ലോ, അതിനെ ഞാൻ എല്ലാ കാലത്തും സ്മരിക്കുമാറാകണം. ഇത്ര മാത്രമാണ് എനിക്ക് പ്രാർത്ഥന. നാഹം വന്ദേ തവ ചരണയോർ ദ്വന്ദ്വമദ്വന്ദ്വഹേതോഃ കുംഭീപാകം ഗുരുമഭിഹരേ നാരകം നാപനേതും രമ്യാ രാമാമൃദു തനുലതാനന്ദനേനാപിരന്തും ഭാവേ ഭാവേ ഹൃദയ ഭവനേ ഭാവയേയം ഭവന്തം. എനിക്ക് സ്വർഗത്തിൽ പോയിട്ട് സുന്ദരികളുടെ കൂടെ കളിക്കേണ്ട കാര്യമില്ല, എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് മോക്ഷവും വേണ്ട. ജന്മജന്മാന്തരങ്ങൾ ഭാവേ ഭാവേ ഹൃദയകമലേ ഹൃദയഭവനേ, എൻ്റെ ഹൃദയഭവനത്തിൽ ഭാവയേയം ഭവന്തം, അങ്ങയെ മാത്രം ഭാവന ചെയ്യുമാറാകണം, അങ്ങയെ മാത്രം സ്മരിക്കുമാറാകണം. ഇങ്ങനെയൊക്കെ മഹാത്മാക്കൾ ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ബേസ് ഇത് അവിടെയാണ്. ഉദ്ധവൻ പറഞ്ഞതാണ്. എന്താ ഉദ്ധവൻ പറഞ്ഞത്? അങ്ങയുടെ പാദകമലങ്ങളെ സേവിക്കുന്നതിൽ മാത്രം ഉത്സുകനായിട്ടുള്ള എനിക്ക് വേറൊന്നും വേണ്ട. അങ്ങയുടെ ഭക്തന്മാർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സുലഭമായിട്ട് കിട്ടും, പക്ഷേ അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ അതിനു വേണ്ടിയിട്ടല്ല. കോന്മീശത്തെ പാദ സരോജബാജാം സുദുർലഭോർത്തേഷു ചതുർഷ്വബീഹ തദാപിനാഹം പ്രവൃണോമി ഭൂമൻ
ഭവൽപദാംബോജ നിഷേവണോത്സുകഃ. അല്ലയോ ഭൂമൻ, ഏറ്റവും വലിയവനെ, അങ്ങയുടെ പാദകമലങ്ങളെ സേവിക്കുന്നതിൽ മാത്രമാണ് എൻ്റെ ഉത്സാഹം. അതിന് മാത്രം എനിക്ക് അനുമതി നൽകിയാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. കർമാണ്യനീഹസ്യ ഭവോപവസ്യത്തെ ദുർഗാശ്രയോദാരിഭയാത് പലായനം കാലാത്മനോയൽ പ്രമദായുധാശ്രയ സ്വാത്മൻദേഹേ ഗിദ്യതി ധീർവിദാമിഹ. ഭഗവാന്റെ ഓരോ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് വിദ്വാൻമാര് പോലും വിഷമിച്ചു പോകും. ഇതെന്തൊക്കെ ഈ ഭഗവാൻ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ നാടകമാണ് ഭഗവാൻ അഭിനയിക്കുന്നത്. ആകെ പരിഭ്രമിച്ചു പോകും ഭഗവാന്റെ വേഷം കെട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്, കർമാണ്യനീഹസ്യ ഭവോ അപവസ്യത്തെ ദുർഗാശ്രയോദാരിഭയാത് പലായനം കാലാത്മനോയൽ പ്രമദായുധാശ്രയ സ്വാത്മൻരതേ ഗിദ്യതി ധീർവിദാമിഹ. കർമാണി അനീഹസ്യത്തെ, അനീഹനായ അങ്ങയ്ക്ക്, അനീഹൻ എന്ന് പറഞ്ഞാൽ ഒരു ഈഹയുമില്ലാത്തവൻ. ഈഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നും പ്രവൃത്തി എന്നും അർത്ഥം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് മൂന്ന് ലോകത്തിലും ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള അനീഹസ്യ, ഒരു ഈഹയും ഒരു ആഗ്രഹവും ഒരു പ്രവൃത്തിയും ഒരു വാസനയും ഒന്നുമില്ലാത്ത അങ്ങയ്ക്ക് കർമാണി, എന്തൊക്കെ കർമ്മങ്ങളാണ് അങ്ങ് ചെയ്തു കൂട്ടിയത് 125 വർഷം കൊണ്ട്. ചട്ടുലമായിട്ടുള്ള കർമ്മങ്ങളായിരുന്നില്ലേ, കർമ്മ പരമ്പരകളായിരുന്നില്ലേ, ഒരു നിമിഷം വെറുതെ ഇരുന്നിട്ടുണ്ടോ? കർമാണി അനീഹസ്യ ഭവോ അഭവസ്യത്തെ, അഭവസ്യത്തെ ഭവഃ, ഭവമില്ലാത്ത അങ്ങേക്ക് ഭവം, ഭവം എന്നാൽ ജന്മമില്ലാത്ത അങ്ങേക്ക് ജന്മം, സംസാരമില്ലാത്ത അങ്ങേക്ക് സംസാരം, ജനനം, ഭവം എന്നാൽ ജനനം, ജനനമില്ലാത്ത അങ്ങ് ജനിക്കുക. ഇപ്പൊ ജനിച്ചവനെ പോലെ അഭിനയിക്കുന്നു. കാലാത്മനഃ, കാലസ്വരൂപനായ അങ്ങയ്ക്ക് അരിഭയാത് പലായനഃ, പലായനം, ശത്രുക്കളെ പേടിച്ചിട്ട് ഓടുക. മധുരയിൽ നിന്ന് ജനിച്ച ഉടനെ കംസനെ പേടിച്ചിട്ട് വൃന്ദാവനത്തിലേക്ക് പോയി. പിന്നീട് 11 വർഷം കഴിഞ്ഞ് വന്ന് കംസനെ വധിച്ചിട്ട് പിന്നെയും ജരാസന്ധനെ പേടിച്ചെന്നതുപോലെ മധുരാപുരി വിട്ടിട്ട് ദ്വാരകയിലേക്ക് പോയി. ഇങ്ങനെ പല പ്രാവശ്യം ഭഗവാൻ അരിഭയാത് പലായനം, ശത്രുക്കളെ പേടിച്ച് ഓടുന്ന മാതിരിയൊക്കെ അഭിനയിച്ചു. ആര്? കാലസ്വരൂപൻ. അർജുനന് കാണിച്ചു കൊടുത്തതാണ് കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. ലോകങ്ങളെ മുഴുവൻ തൻ്റെ വായിലേക്ക് ആവഹിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ചതച്ചരയ്ക്കുന്ന ആ കാണിച്ചു കൊടുത്തു ഭഗവാൻ, അല്ലേ? കാലസ്വരൂപനായിട്ടുള്ള തൻ്റെ വിശ്വരൂപം. അങ്ങനെയുള്ള ഭഗവാന് ആരെ പേടിക്കണം? എന്നിട്ടും പേടിച്ചിട്ട് ഓടുക. എന്ത് നല്ല നാടകം, നല്ല സ്ക്രിപ്റ്റാണ് ഭഗവാനെ, സമ്മതിച്ചു കിട്ടോ? അപ്പോ അരിഭയാത് തേ ദുർഗാശ്രയ പലായനം, പലായനവും ദുർഗാശ്രയവും. ദുർഗം എന്ന് പറഞ്ഞാല് സമുദ്രത്തിന്റെ മധ്യത്തില് ദുർഗമമായിട്ടുള്ള ദ്വാരകയിലേക്ക് ചെന്ന് ഒളിഞ്ഞിരുന്നു, ജരാസന്ധനെ പേടിച്ചെന്നതുപോലെ. അപ്പൊ ദുർഗാശ്രയവും ഒക്കെ തന്നെ കാലാത്മാവായിട്ടുള്ള അങ്ങേക്ക് സമ്മതിക്കണം. സ്വാത്മന്റെ ദേഹേ പ്രമദായുധാശ്രയ, സ്വാത്മന്റെ ദേഹേ തവ, ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവനായ അങ്ങേക്ക്, സ്വയം ആനന്ദ തൃപ്തനായിരിക്കുന്ന അങ്ങേക്ക് ഏതെങ്കിലും വിഷയങ്ങളുടെ അപേക്ഷയുണ്ടോ സുഖിക്കാൻ? എന്നിട്ടും 10,000-കണക്കിന് സ്ത്രീകളെ ആശ്രയിച്ചവനെ പോലെ അഭിനയിച്ചുവല്ലോ. പ്രമദ അയുത ആശ്രയ, പ്രമദ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, അയുതം 10,000-കണക്കിന്, 16,108 അല്ലേ? അപ്പൊ 10,000-കണക്കിന് എന്ന് പറഞ്ഞാൽ അയുത ആശ്രയ,
പ്രമദായുതാശ്രയ 16,000 സ്ത്രീകളെ ആശ്രയിച്ചുകൊണ്ട് ആത്മരതി അനുഭവിക്കുന്ന അങ്ങ് അവരിൽ രമിക്കുന്നവനെ പോലെ അഭിനയിച്ചു, രമിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആലോചിക്കുമ്പോൾ വിദാം ദീഹി ഇഹ കിദ്യതി, വിദാം വിദ്വാൻമാരുടെ പോലും, തത്വം അറിയുന്നവരുടെ പോലും, ദീഹി ബുദ്ധികൾ, ഇഹ ഖിദ്യതി ഈ വിഷയത്തിൽ ഖേദിക്കുന്നു, കൺഫ്യൂസ്ഡ് ആകുന്നു, പരിഭ്രമിച്ചു പോകുന്നു. ഇത് എന്തൊക്കെയായി കാണിക്കുന്നത്? ജനനമില്ലാത്തവൻ ജനിക്കുക, കർമ്മമില്ലാത്തവൻ കർമ്മ പരമ്പരകൾ ചെയ്യുക, സ്വാത്മതൃപ്തനായിരിക്കുന്ന ഭഗവാൻ 10,000 സ്ത്രീകളുമായിട്ട് രമിക്കുക, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശത്രുക്കളെ പേടിച്ചുകൊണ്ട് നാടുവിട്ട് ഓടുക. ഇതെന്തൊക്കെ അഭിനയമാണത്? ഇത് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ കൂടി ഒരു പരിഭ്രമമാണ് ഉണ്ടാകുന്നത്. ഇതെന്തിനാ ഈ വേഷം കെട്ടൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കർമാണ്യനീഹസ്യ ഭവോഭവസ്യ തേ ദുർഗാശ്രയോദാരിഭയാത് പലായനം കാലാത്മനോയൽ പ്രമദായുധാശ്രയഃ സ്വാത്മൻരതേ ഗിദ്യതി ധീർവിദാമിഹ മന്ത്രേഷു മാം വാ ഉപഹൂയ യത്വം അകുണ്ഠിതാഖണ്ഡ സദാത്മബോധഃ പൃച്ഛേഃ പ്രഭോ മുഗ്ധ ഇവ അപ്രമത്തഃ തന്നോ മനോ മോഹയതീവ ദേവ. ഭഗവാൻ തന്നോട് ചെയ്ത ലീലകള്, ഉദ്ധവനോട് ചെയ്ത ലീലകളെ ഓർക്കുകയാണ് ഉദ്ധവൻ. മന്ത്രേഷു മാം വാ ഉപഹൂയ യത്വം അകുണ്ഠിതാഖണ്ഡ സദാത്മബോധഃ. അങ്ങ് ആരാണ് വാസ്തവത്തില്? യത് ത്വം എന്തെന്നാൽ അങ്ങ് ആരാണ്? അകുണ്ഠിതാഖണ്ഡ സദാത്മബോധഃ. അകുണ്ഠിതമായത്, അകുണ്ഠിതം എന്നാൽ തടസ്സമില്ലാത്തതും, അഖണ്ഡമായത്, മുറിവില്ലാത്തത്, വിച്ഛിത്തിയില്ലാത്തത്, പരിപൂർണമായത്, ഒരിക്കൽ പോലും വിച്ഛിത്തിയില്ലാത്തത്, അങ്ങനെയുള്ളതുമായിട്ടുള്ള സദാത്മബോധ, സത്തായ ആത്മജ്ഞാനമുള്ളവനായ അങ്ങ്. എന്താണ് വസ്തു എന്ന് നല്ലതുപോലെ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ എപ്പോഴും ബോധമുള്ള അങ്ങ്, സർവജ്ഞനായിട്ടുള്ള അങ്ങ്, ത്വം പ്രഭുവായിട്ടുള്ള അങ്ങ്, പ്രഭോ ദേവ, സർവത്തിനും സമർത്ഥനും ദേവനുമായിട്ടുള്ള അങ്ങ്, അപ്രമത്തനാണ് അങ്ങ്, ഒന്നിലും പ്രമാദമില്ലാത്തവനാണ്, അശ്രദ്ധയില്ലാത്തവനാണ്, ജാഗ്രത ഉള്ളവനാണ്. അങ്ങേക്ക് ഒരിക്കലും പ്രമാദമുണ്ടാവുന്നില്ല, അച്യുതനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് മുഗ്ധ ഇവ, ഒരു മുഗ്ധനെ പോലെ. ഇവിടെ മുഗ്ധൻ എന്നാൽ മോഹിതൻ, മൂഢൻ. മുഹ ധാതുവിന്റെ രൂപാന്തരം തന്നെയാണ് മുഗ്ധനും മൂഢനും. അപ്പൊ മോഹം ബാധിച്ചവനെ പോലെ, അറിവില്ലാത്തവനെ പോലെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ വിളിക്കും. മന്ത്രേഷു മാം ഉപഹൂയ, മന്ത്രേഷു എന്ന് പറഞ്ഞാൽ മന്ത്രണം ചെയ്യുന്ന കാര്യത്തിൽ, രാജ്യകാര്യങ്ങള് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ദശമസ്കന്ധത്തില് 71 അധ്യായത്തിലോ 69 70 തോന്നുന്നു, രാജസൂയ യാഗത്തിന് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയാൻ നാരദ മഹർഷി വന്നു. ജരാസന്ധന്റെ അവിടുന്ന് ഒരു ദൂതൻ വന്നു. അതേസമയം 20,800 രാജാക്കന്മാരെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ട അവരുടെ ദൂതനാണ് വന്നത്. ജരാസന്ധനെ കൊന്ന് ഇവരെ മോചിപ്പിക്കണമെന്നുള്ള അപേക്ഷയുമായിട്ട്. അപ്പൊ രണ്ടുപേരും ഒരേ സമയത്ത് വന്നപ്പോ ഇതിപ്പോ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് അറിയാത്ത മൂടനെ പോലെ ഭഗവാൻ സഭയിൽ എല്ലാവർക്കും ചർച്ച ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് അവസാനം ഉദ്ധവനെ വിളിച്ച് ചോദിക്കണം, ഉദ്ധവ എന്താ ഇപ്പൊ വഴി, ഏതാ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്, എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ ഉദ്ധവന്റെ അഭിപ്രായം ചോദിക്കും. ഭഗവാൻ അറിവില്ലാത്തവനെ പോലെ, അതാണ് ഇവിടെ മുഗ്ധ ഇവ, ഒരു മൂടനെ പോലെ, അറിവില്ലാത്തവനെ പോലെ, മന്ത്രേഷു മാം ഉപഹൂയ, ഓരോ മന്ത്രണ കാര്യങ്ങളിൽ, ആലോചനാ കാര്യങ്ങളിൽ എന്നെ വിളിച്ചിട്ട് പൃച്ഛേഹേ ത്വം പൃച്ഛേഹേ, ഭഗവാനെ അങ്ങ് പ്രശ്നം ചെയ്യുന്നു. അങ്ങനെയുള്ള തത് ആ പ്രവൃത്തി ഉണ്ടല്ലോ, നഹ മനഃ മോഹയതീവ, ഞങ്ങളുടെ മനസ്സിനെയൊക്കെ വല്ലാതെ മോഹിപ്പിക്കുന്നു.
എല്ലാം അറിയുന്ന ആള് മൂഢന്മാരായിട്ടുള്ള ഞങ്ങളോട്, അജ്ഞാനികളായിട്ടുള്ള ഞങ്ങളോട് ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുക, എന്നിട്ട് ഉപദേശം ചോദിക്കുക, ഉദ്ധവ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ആ ഒരു ഭാവമുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ മാ മോഹയതി, എനിക്ക് എന്തെന്നില്ലാത്ത മോഹമുണ്ടാകുന്നു. എന്തൊരു നാടകമാണ് ഭഗവാനെ! സർവജ്ഞനായിട്ടുള്ള അങ്ങ്, എപ്പോഴും അങ്ങേക്ക് ജ്ഞാനത്തിന് ഒരു ച്യുതിയുമില്ലാത്ത അങ്ങ്, എല്ലാം ലോകം മുഴുവൻ അങ്ങയുടെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ഇരിക്കുമ്പോൾ അങ്ങ് ഈ മൂഢനായിട്ടുള്ള എന്നെ, അങ്ങൊരു മൂഢനെ പോലെ അഭിനയിച്ചിട്ട് എന്നെ സർവജ്ഞനെ പോലെ എന്നോട് ചോദ്യം ചെയ്തൂലോ, ഉത്തരം ചോദിച്ചൂലോ, പ്രശ്നങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുവല്ലോ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മോഹയതി മന്ത്രേഷു മാം വാ ഉപഹൂയ യത്വം അകുണ്ഠിതാഖണ്ഡ സദാത്മബോധഃ പൃച്ഛേഃ പ്രഭോ മുഗ്ധൈവാ പ്രമത്തഃ തന്നോ മനോ മോഹയതീവ ദേവ. ജ്ഞാനം പരം സ്വാത്മരഹഃ പ്രകാശം പ്രോവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തഃ വദാഞ്ചസായദ്വ്രജിനം തരേമ. ജ്ഞാനം പരം സ്വാത്മരഹഃ പ്രകാശം പ്രോവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തഃ വദാഞ്ചസായദ്വ്രജിനം തരേമ. ഭഗവാൻ പറഞ്ഞുവല്ലോ ഉദ്ധവനോട്, ഞാൻ നിനക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ച ആ ജ്ഞാനം പറഞ്ഞു തരാമെന്ന്. അത് തന്നെ ഉദ്ധവൻ അങ്ങോട്ട് ചോദിക്കണു. അങ്ങ് പറയാന്ന് പറഞ്ഞ ആ ജ്ഞാനം, പരമമായിട്ടുള്ള ജ്ഞാനം, അത് കേൾക്കാൻ ഞങ്ങൾ യോഗ്യരാണെങ്കിൽ, ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമതയുണ്ടെങ്കിൽ പറയൂ എന്നാ പറയണത്. സ്വാത്മരഹഃ പ്രകാശം പരം ജ്ഞാനം, ആത്മാവിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നത്, ഭഗവത് സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത്, ഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആത്മരഹ പ്രകാശം പരം ജ്ഞാനം, ഏറ്റവും പരമമായിട്ടുള്ള ശ്രേഷ്ഠമായ ആ ജ്ഞാനത്തെ ഭഗവാൻ സമഗ്രം കസ്മൈ പ്രോവാച, അങ്ങ് സമഗ്രമായിട്ട് പൂർണ്ണമായിട്ട് കസ്മൈ, കസ്മൈ എന്ന് പറഞ്ഞാൽ അവനായിക്കൊണ്ട്, ആർക്ക്? കഹ എന്നുള്ളത് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചാണ്. അതിന്റെ ചതുർത്ഥി കസ്മൈ, ബ്രഹ്മാവിനായിക്കൊണ്ട്. കസ്മൈ പ്രോവാച, ബ്രഹ്മാവിനായിക്കൊണ്ട് അങ്ങ് പണ്ട് പറഞ്ഞു കൊടുത്തുവല്ലോ. അല്ലയോ ഭർത്തഃ, അല്ലയോ സ്വാമിൻ, ഭർത്താവായ സ്വാമി, നഹ ഗ്രഹണായ ക്ഷമം അപി, ഞങ്ങൾക്കത് ഗ്രഹിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ, ഞങ്ങൾക്കത് സാധിക്കുമെങ്കിൽ, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, ക്ഷമമപി വദ, അങ്ങൊന്ന് പറഞ്ഞു തരൂ. യത് എന്തെന്നാൽ അത് കേട്ടുകഴിഞ്ഞാൽ ഗുണമുണ്ട് ഞങ്ങൾക്ക്. എന്താണ്? അഞ്ജസാവ്രജിനം തരേമ, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. എല്ലാ പാപങ്ങളെയും, എല്ലാ ദുരിതങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ എളുപ്പം സാധിക്കും. അതുകൊണ്ട് അങ്ങ് പണ്ട് ബ്രഹ്മദേവൻ ഉപദേശിച്ചു എന്ന് പറയുന്ന ആ പരമമായിട്ടുള്ള ജ്ഞാനം ഞങ്ങൾ കേൾക്കാൻ യോഗ്യരാണെങ്കിൽ പ്ലീസ് പറഞ്ഞു തരൂ. അതുകൊണ്ട് ഞങ്ങളുടെ വ്രജിനം തരേമ, ദുഃഖങ്ങളെ തരണം ചെയ്യട്ടെ, ഞങ്ങളുടെ സംസാര സങ്കടങ്ങളെയെല്ലാം തീർത്തുകൊള്ളട്ടെ. അതിനായിക്കൊണ്ട് ആ പരമജ്ഞാനത്തെ നൽകിയാലും. ജ്ഞാനം പരം സ്വാത്മരഹഃ പ്രകാശം പ്രോവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തഃ വദാഞ്ജസാ യദ്വ്രജിനം തരേമ. ഇത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പരഃ ആദിദേശാരവിന്ദാക്ഷഃ ആത്മനഃ പരമാം സ്ഥിതിം. ഇത്യാവേദിതഹാർദായ, ഇതി ഇപ്രകാരം, ആവേദിത, നിവേദിത, സമർപ്പിത, പ്രകടീകൃത, ഹാർദായ, ഹൃദയായ. അപ്പോൾ ഇപ്രകാരം എൻ്റെ ഹൃദയത്തെ ഞാൻ ഭഗവാന്റെ മുമ്പിൽ കാഴ്ചവെച്ചു, എൻ്റെ ഉള്ളിലിരിപ്പ് ഭഗവാനോട് തുറന്ന് പ്രകടിപ്പിച്ചു. ഭഗവാനെ, എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ബ്രഹ്മദേവൻ ഉപദേശിച്ച ജ്ഞാനം എനിക്കും കേൾക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ പ്രകടിപ്പിച്ചു. ഇങ്ങനെ ആവേദിത ഹാർദായ മഹ്യം,
എൻ്റെ ഹൃദയത്തെ പ്രകടിപ്പിച്ചപ്പോൾ എനിക്കായിക്കൊണ്ട് മഹ്യം മമ പരഹ ഭഗവാൻ അരവിന്ദാക്ഷ. ആ പരനായ ഭഗവാൻ താമരക്കണ്ണൻ അരവിന്ദാക്ഷൻ ആത്മനഃ പരമാം സ്ഥിതിം ആദിദേശ. ആത്മാവിൻ്റെ പരമമായ അവസ്ഥയെ, സ്ഥിതിയെ ആദിദേശ എനിക്ക് ഉപദേശിച്ചു. ഭഗവാന്റെ തത്വത്തെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ഉപദേശിച്ചു. ഇത്യാവേദിതഹാർദായ മഹ്യം സ ഭഗവാൻ പരഃ ആദിദേശ അരവിന്ദാക്ഷ ആത്മനഃ പരമാം സ്ഥിതിം. അത് തന്നെയാണ് ഏകാദശ സ്കന്ധത്തിലെ ഭഗവാൻ ഉദ്ധവന് കൊടുത്ത ഉപദേശ പരമ്പര. 7-ാം അധ്യായം മുതൽക്ക് 29-ാം അധ്യായം വരെ നീണ്ടുകിടക്കുന്ന 23ഓളം അധ്യായങ്ങളിൽ പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ, അതാണ് ഈ തത്വം ഭഗവാൻ ഉപദേശിച്ചത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സയേവമാരാധിതപാദതീർത്ഥാദ് അധീത തത്വാത്മവിബോധമാർഗഃ പ്രണമ്യ പാദൗ പരിവൃത്യ ദേവം ഇഹാഗതോഹം വിരഹാതുരാത്മാ. സയേവമാരാധിതപാദതീർത്ഥാദ് അധീത തത്വാത്മവിബോധമാർഗഃ പ്രണമ്യ പാദൗ പരിവൃത്യ ദേവം ഇഹാഗതോഹം വിരഹാതുരാത്മാ. ഉദ്ധവൻ വിതുരനോട് പറയണ്, അങ്ങനെ ആ ഭഗവാനിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ആ ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് ഭഗവാനെ പിരിയാൻ എനിക്ക് വിഷമുണ്ട്, വിരഹാതുരാത്മാവാണ് ഞാൻ. എന്നിട്ടും ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഞാനിതാ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പം നമ്മൾ കണ്ടുമുട്ടിയത്, ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് വന്നതാണ് ഞാൻ. അതാണ് ഏവം ആരാധിത പാദതീർത്ഥാത്. ഇപ്രകാരം ആരാധിക്കപ്പെടുന്ന പാദതീർത്ഥത്തോടു കൂടിയവൻ ആരാണ്? ഭഗവാൻ. ഭഗവാന്റെ പാദതീർത്ഥത്തെ എല്ലാവരും ആരാധിക്കുന്നു. ബ്രഹ്മദേവൻ ആരാധിച്ചു. വാമനമൂർത്തിയുടെ പാദതീർത്ഥത്തെ ബ്രഹ്മദേവൻ ആരാധിച്ചു. അത് തന്നെ പിന്നീട് മഹാദേവൻ തൻ്റെ ശിരസാ ധരിച്ചു. അത് തന്നെ ഭൂമിയിൽ ഗംഗയായി ഒഴുകി. അങ്ങനെ എല്ലാവരും ആരാധിക്കുന്ന പാദതീർത്ഥത്തോടു കൂടിയവനാണ് ഭഗവാൻ, തീർത്ഥപാദൻ. ആ തീർത്ഥപാദനിൽ നിന്ന് ഞാൻ അതീത തത്വ ആത്മവിബോധ മാർഗ സഹ അഹം. അതീത എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യപ്പെട്ടു, പഠിച്ചു. എന്ത്? തത്വ ആത്മവിബോധ മാർഗ. ആ എല്ലാ തത്വങ്ങളെക്കുറിച്ചും ആത്മാവിനെ അറിയാനുള്ള പരമാത്മബോധത്തിനുള്ള മാർഗവും എല്ലാം ഭഗവാനിൽ നിന്ന് അധ്യയനം ചെയ്തിട്ട് ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് സഹ അഹം, ആ ഞാൻ തന്നെ പാദവും പ്രണമ്യ, ആ ഭഗവാന്റെ പാദങ്ങളെ പ്രണമിച്ചിട്ട് ദേവം പരിവൃത്യ, ആ ഭഗവാനെ തന്നെ പ്രദക്ഷിണം ചെയ്തിട്ട്, പരിവർത്തനം ചെയ്യുക, ചുറ്റി പ്രദക്ഷിണം ചെയ്തിട്ട് പാദവും പ്രണമ്യ ദേവം പരിവൃത്യ വിരഹാതുരാത്മാ ഇഹ ആഗത. വിരഹാതുരാത്മാവായിട്ട് എൻ്റെ മനസ്സ് ഭഗവാനെ പിരിഞ്ഞതിൽ നിന്ന് പിടയ്ക്കുകയാണ്, കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ. ആതുരാത്മാവാണ് ഞാൻ. ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ആവില്ല. എങ്കിലും ഭഗവാന്റെ നിർബന്ധപൂർവമായിട്ടുള്ള ആ ആജ്ഞയെ ഞാൻ അനുസരിച്ചുകൊണ്ട് അവിടുന്ന് ഞാൻ ഭഗവാന്റെ പാദുകങ്ങളെ ശിരസിലെടുത്തുകൊണ്ട് ഇതാ ഇവിടെ എത്തിച്ചേർന്നു, ഈ യമുനാ തീരത്തിൽ വന്നു ചേർന്നു. ഇഹ ആഗതോഹം, ഇവിടെ ഞാനിതാ വന്നു ചേർന്നിരിക്കുന്നു വിരഹാതുരാത്മാവായിട്ട്. സയേവമാരാധിത പാദതീർത്ഥാത് അതീത തത്വാത്മവിബോധമാർഗ പ്രണമ്യ പാദൗ പരിവൃത്യ ദേവം ഇഹാഗതോഹം വിരഹാതുരാത്മാ. സോഹം തദ്ദർശനാഹ്ലാദ വിയോഗാർത്തിയുതഃ പ്രഭോഃ ഗമിഷ്യേദൈദം തസ്യ ബദര്യാശ്രമമണ്ഡലം. സോഹം, അതേ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ആ ഞാൻ എങ്ങനെയുള്ളവനാണ്? തദ്ദർശന ആഹ്ലാദ വിയോഗ ആർത്തിയുതഃ. രണ്ടുമുണ്ട് എൻ്റെ ഉള്ളില്. തദ്ദർശന ആഹ്ലാദമുണ്ട്. ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയതിൻ്റെ ആഹ്ലാദം. അവസാന കാലത്തും ഭഗവാൻ എല്ലാവരെയും പറ്റിച്ച് ഏകാന്തതയിൽ പോയിരുന്നപ്പോഴും അദ്ദേഹത്തെ കണ്ടുകിട്ടി. ആ ദർശനാഹ്ലാദം.
ആ തദ്ദർശന ആഹ്ലാദമുണ്ട്. എന്നാലോ ഇപ്പോൾ വിയോഗം, ആ വിയോഗത്തിൻ്റെ ആർത്തി, ദുഃഖമുണ്ട് എനിക്ക്. അപ്പോൾ ഉള്ളില് ഭഗവാനെ കണ്ടതിൻ്റെ നിറവുണ്ട്, ആഹ്ലാദമുണ്ട്, എന്നാൽ ഇപ്പോൾ പിരിഞ്ഞതിൻ്റെ ദുഃഖവുമുണ്ട്. ഇങ്ങനെ രണ്ടും കൂടിയിട്ട് വിയോഗ ആർത്തി യുത ചേർന്നവനായിട്ട്, രണ്ടും കൂടി കലർന്നവനായിട്ട് സഹ അഹം പ്രഭോഹോ തസ്യ ദയിതം, പ്രഭുവായ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായ എന്ത് ബദര്യാശ്രമമണ്ഡലം ഗമിഷ്യേ, ആ ഭഗവാന് പ്രിയതമമായിരിക്കുന്ന ബദര്യാശ്രമ മണ്ഡലം, ബദര്യാശ്രമം, ബദരീനാഥത്തിലേക്ക്, ആശ്രമമണ്ഡലത്തിലേക്ക് അഹം ഗമിഷ്യേ, ഞാനിതാ പോവുകയാണ്. ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ബദരീനാഥത്തിലേക്ക് ഗമിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ കണ്ടതിൻ്റെ സന്തോഷവുമുണ്ട്, ഭഗവാനെ പിരിഞ്ഞ വിയോഗ ദുഃഖവുമുണ്ടോടുകൂടി യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷി മൃദു തീവ്രം തപോ ദീർഘം തേ പാതേ ലോകഭാവനൗ. യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ഋഷി മൃദു തീവ്രം തപോ ദീർഘം തേ പാതേ ലോകഭാവനൗ. ആ ബദര്യാശ്രമത്തെ വർണ്ണിക്കുകയാണ്. യത്ര, എവിടെയാണോ ഭഗവാൻ ഋഷി ദേവ നാരായണ നരഹ ച, ആ ഭഗവാനായ ഋഷിയുമായ ദേവനായ നാരായണനും നരനും, നരനാരായണന്മാർ അനേകായിരം സംവത്സരങ്ങൾ ലോകഭാവനവും, ലോകത്തെ അഭിവൃദ്ധി പ്രാപിപ്പിക്കുവാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി മൃദു തീവ്രം തപഃ, മൃദുവും തീവ്രവുമായ തപസ്സിനെ തേപാതേ, തപിച്ചുവോ, രണ്ടുപേരായതുകൊണ്ട് തേപാതേ. രണ്ടുപേരും എവിടെയാണോ തപസ്സാചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തപസ്സാചരിച്ചു കൊണ്ടിരുന്നത്, ആ ബദ്രീനാഥത്തിലേക്ക് ഞാൻ പോകും. അപ്പൊ നരനാരായണന്മാർ തപസ്സനുഷ്ഠിക്കുന്ന ആ ഭൂമികയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് എന്ന് പറഞ്ഞു. ഇത് കേട്ടതായിട്ടുള്ള നമ്മുടെ വിതുരൻ ഉദ്ധവനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഉദ്ധവൻ നാളെ പറയാറുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം ക്ലാസ്സില്ല. നാളത്തെ കാര്യം നാളെ നോക്കി പറയാം. എന്താ വെച്ചാൽ നമുക്ക് കുറേ ഗസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ പ്രവർത്തകർ തിരുവനന്തപുരത്തു നിന്ന് അവർ യാത്രയായിട്ട് പാലക്കാട് എത്തിച്ചേരും വൈകുന്നേരം. അവരുടെ കൂടെ പല ഭാഗത്തും പോകാനുണ്ട്. അപ്പോൾ നാളെ അതിനുള്ള കുറച്ച് സമയം കാണണം. ഞാൻ പാലക്കാടുള്ള പല ആശ്രമങ്ങളിലും ചെന്ന് മഹാത്മാക്കളെയൊക്കെ കാണാനും, ആ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ ഫൈനൽ പരിപാടി ഉണ്ടല്ലോ നവംബർ 19, അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനും എല്ലാവരുടെയും അനുഗ്രഹത്തിനായിക്കൊണ്ടും ഒക്കെ ആയിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു പര്യടനം, അവർ ഇപ്പോൾ തൃശ്ശൂരോ മറ്റു പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്തോ തൃശ്ശൂരോ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഫോൺ വിളിച്ചത് അവരാണ്. അപ്പോൾ അവരുടെ കൂടെ ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ ചിലവഴിക്കണം. സോ നാളത്തെ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല. എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല എനിക്ക്. വെറുതെ ഇരുന്നാൽ ക്ലാസ് എടുക്കും. ഓം. ഹരി ഓം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. നാളെ നോട്ടിഫിക്കേഷൻ വല്ലതും ഉണ്ടോ നോക്കിക്കോളൂ.
ഉറപ്പില്ല. ഓക്കെ, ഹരി ഓം.